بسم الله الرحمن الرحيم قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله مولانا العلي العظيم. يا صاحب البغداد كن لي ناصري يا مطلب الحاجات عبد القادر يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, ഈ മുസ്ലിം ജമാഅത്തിൻ്റെയും ഉറൂസ് കമ്മിറ്റിയുടെയും എല്ലാം നേതാക്കൾ, പ്രവർത്തകർ, സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ, മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഉറൂസ് മുബാറക് സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാം കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് മഹാന്മാരോടൊപ്പം സുഖലോക സ്വർഗത്തിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സഭ, ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും മഹത്തുക്കളുടെയും മദ്ഹ് പറയുന്ന സഭയാണ്. ഇത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിൻ്റെ സഭയാണ്. ഇത് ദിക്റിൻ്റെ സഭയാണ്. ഇത് ഇൽമിൻ്റെ സഭയാണ്. ഇത് മുഅ്മിനീങ്ങൾ ഒത്തുചേർന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സഭയാണ്. ഈ സഭയിൽ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടോ അതിൻ്റെ എത്രയോ ഇരട്ടി മലക്കുകളുണ്ട്. നമ്മുടെ കൂടെ തന്നെ 2 മലക്കുകളുണ്ട്. മറ്റ് റഹ്മത്തിൻ്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീങ്ങളും ഹഫളത്തിൻ്റെയും മലക്കുകൾക്ക് പുറമേ ഇനില്ലാഹി മലായികത്തൻ സയ്യാഹീന, ഇത്തരം സഭകൾ തേടി നടക്കുന്ന പ്രത്യേക മലക്കുകളുണ്ട്. ആ മലക്കുകൾ എല്ലാവരുടെയും കൂടെ തോളൊരുമ്മി ഇരുന്നു കൊണ്ട് ആമീൻ പറയാൻ, സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് ഒരുങ്ങിയിരിക്കുന്ന ഈ അവസരം ആരും നഷ്ടപ്പെടുത്തി കളയരുത്. മലക്കുകൾ ഒരു സ്ഥലത്ത് വന്നാൽ ബാത്റൂമിൻ്റെ അടുത്ത് കൂടെ ഒന്നും മലക്കുകൾ നിൽക്കൂല. മലക്കുകൾ ഒരു സ്ഥലത്ത് വന്നാൽ അവരിങ്ങനെ ദൂരെ തെങ്ങും തോട്ടവും തിരഞ്ഞ് നടക്കൂല. മലക്കുകൾ ഒരു സ്ഥലത്ത് ചെന്നാൽ വേണ്ടാത്ത സംസാരമുള്ളിടത്തൊന്നും മലായിക്കത്ത് പോകൂല. മലക്കുകൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അത് പള്ളി, മഖാമ്, ഇൽമിൻ്റെ മജ്‌ലിസ്, ഇവിടെ പരിസരത്ത് എവിടെ ഒരു മലക്കുണ്ടെങ്കിലും അവരെല്ലാവരും ഈ സദസ്സിലും സ്റ്റേജിലും ഉണ്ടാകും. അതുകൊണ്ട് ആ നിൽക്കുന്ന മോമിനീങ്ങൾക്ക് ഏറ്റവും നല്ലത് മലക്കുകൾക്കൊപ്പം തോളൊരുമ്മി ഇരിക്കാൻ അവർക്ക് ഏറ്റവും നല്ലത് ഈ സഭയിൽ വന്ന് ഇരിക്കലാണ് എന്ന് നിങ്ങളോട് ഉണർത്തേണ്ട കടമയുണ്ട്. അത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കൊപ്പം ഇരുന്നു കൊണ്ട് ആമീൻ പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ച കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. തൊട്ട് മുമ്പ് കഴിഞ്ഞ റബീഉൽ അവ്വൽ 10-ന്
ഞങ്ങൾ നിലമ്പൂരിൽ നടത്തുന്ന മജ്മഅ് സഖാഫത്തുൽ ഇസ്ലാമിയ എന്ന സ്ഥാപനമുണ്ട്. 2000 കുട്ടികൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു. ഇപ്പോൾ 2000 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ നബിദിന മഹാറാലിയും സമ്മേളനവും ഈ വർഷം ഞങ്ങൾ ക്ഷണിച്ച പ്രധാന അതിഥി, പ്രധാന നേതാവ്, അത് ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു ഫീ ത്വാഅത്തില്ലാഹ്. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകട്ടെ. അള്ളാഹുവെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, രോഗശിഫ കൊടുക്കണേ അല്ലാ. ആ തണൽ നീ ദീർഘകാലം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഉസ്താദ് അവർകളെ ഞാൻ ക്ഷണിച്ചു. ഉസ്താദ് വളരെ യാത്ര ചെയ്ത് അവിടെ വന്നു. നിങ്ങളെ പൊയ്യത്ത് വയലിൽ നിന്ന് അങ്ങോട്ട് 300 കിലോമീറ്റർ. ഞാൻ ഇന്ന് 8.5 മണിക്കൂറാണ് യാത്ര ചെയ്തത്. കൃത്യം 12 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ 8:30 മണി ആയിട്ടുണ്ട്. അതിനിടക്ക് നിസ്കാരം ഭക്ഷണം കൂടി ഒരു 20 മിനിറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്രയും മണിക്കൂർ യാത്ര ചെയ്യണം. പക്ഷേ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ് ആ നല്ല ബന്ധം വെച്ചുകൊണ്ട് ഉസ്താദ് അവിടെ വന്നു. ഞങ്ങൾക്ക് നല്ല ഒരു ദുആ ചെയ്ത് നസീഹത്ത് ചെയ്ത് തന്ന് പോരുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് പൊയ്യത്ത് വയലിലെ ഉറൂസിന് വരണം, ഞാൻ നിങ്ങളെ പേര് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്കിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ വന്നത്. അല്ലെങ്കിൽ തൃശ്ശൂരിൽ നടക്കുന്ന ഉലമ സമ്മേളനത്തിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ തിരക്കല്ല, വളരെ തിരക്ക് പിടിച്ച ഡ്യൂട്ടികൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ആ ഭാഗങ്ങളിലെല്ലാം ഉള്ള ആലിമീങ്ങളെ സംഘടിപ്പിക്കുന്ന ജോലിയും സമ്മേളന ഗ്രൗണ്ടിൽ പ്രത്യേകമായി ചെയ്തു തീർക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളും അതിനിടക്ക് നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു ചർച്ച നാളെ കലക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നതുമെല്ലാം ഉള്ള തിരക്കിൽ അലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ ഒരു വാക്ക്, എൻ്റെ പൊയ്യത്തുവയൽ ഉറൂസിന് നിങ്ങളൊന്ന് വരണം, അത് മാനിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇവിടെ വന്ന് നിങ്ങളെല്ലാം 2 വർഷം കഴിഞ്ഞ ഉറൂസിനോ അതിന് മുമ്പത്തെ ഉറൂസിനോ എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാഹു തആല നമുക്ക് കബൂലിയത്ത് നൽകുമാറാവട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് ദുആ എന്ന വിഷയത്തെക്കുറിച്ച് മാത്രമാണ് കുറച്ച് കാര്യം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ അള്ളാഹു അനുവദിച്ച് തന്ന ഇബാദത്തിൻ്റെ പേരാണ് ദുആ എന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, നമ്മുടെ വിശേഷങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും നമ്മുടെ ഹൃദയത്തെ ഒരുപോലെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് സമാധാനം നൽകുന്നതും സമാധാനക്കേടുണ്ടാക്കുന്നതും തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന് മുമ്പിൽ തുറന്ന് പറയുന്ന ഒരു ഇബാദത്താണ് ദുആ. ദുആഇൽ കാപട്യമില്ല, ദുആഇൽ വഞ്ചനയില്ല, ദുആഇൽ ചതിയില്ല, ദുആഇൽ ലോകമാന്യമില്ല. എന്തുകൊണ്ട്? എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന പൂതിയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അള്ളാഹിനോട് പടച്ചോനെ ഞങ്ങൾക്കൊരു നല്ല കുഞ്ഞിനെ തരണേ എന്ന് ദ്വാർക്കുമ്പോൾ അതിലെന്ത് കാപട്യം വരാനാണ്? അത് ഹൃദയം തുറക്കുകയാണ് അള്ളാഹുവിന് മുമ്പിൽ. നാളെ വരാൻ പോകുന്ന ഒരു വലിയ മുസീബത്ത്, കോടതിയിൽ ഒരു കേസുണ്ട്, അത് വിധി പറയുമ്പോൾ പടച്ചോനെ അത് എനിക്ക് അനുകൂലമാക്കണേ. എന്താണ് ഹൃദയം തുറക്കൽ? അങ്ങനെ നമുക്ക് ദുഃഖമാകാം, സന്തോഷമാകാം. ആ വിഷയങ്ങളെ
ഉടമസ്ഥനായ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുക. ആ ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ എന്ന ഇബാദത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദുആഉ മുഖ്ഖുൽ ഇബാദ സദഖ റസൂലുള്ളാഹി. സ്വലാത്ത് നല്ലോണം ചൊല്ലിക്കോളി. ഈ വഅദ് കഴിയുമ്പോഴേക്കും നമുക്കൊരു 100 സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ നമ്മുടെ ദുആക്ക് 100 വട്ടം ഉത്തരം കിട്ടും, അല്ലെങ്കിൽ 1000 പ്രാവശ്യം ഉത്തരം കിട്ടും. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത് അദ്ദുആഉ മുഖ്ഖുൽ ഇബാദ, ആരാധനയുടെ അകക്കാമ്പ്, ആരാധനകളുടെ കാതൽ, ആരാധനയുടെ സത്ത, ആരാധനയുടെ അടിത്തറ, ആരാധനയുടെ കഴമ്പ്, അത് അതിനെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ദുആയാണ്. ഞാൻ ഈ വഅദ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുആ ഉണ്ട്. പടച്ചവനെ, എൻ്റെ ഈ വഅദ് നീ പൊരുത്തപ്പെട്ടതാക്കണേ. ഞാൻ നിസ്കരിക്കുമ്പോൾ എൻ്റെ നിസ്കാരത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുആ ഉണ്ട്. പടച്ചവനെ, ഈ നിസ്കാരം നീ സ്വീകരിക്കണേ. ഏതുപോലെ ബഹുമാനപ്പെട്ട നബി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയെ, മലക്കുകളാൽ സ്ഥാപിച്ചിരിക്കുന്ന ഭവനമാണ് കഅബ ശരീഫ്. പിന്നീട് അത് സംരക്ഷിച്ചു വരുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ കഅബത്തിന്റെ തറക്ക് മുകളിൽ തൂഫാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതൊരു പുനർനിർമ്മാണത്തിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ, നിങ്ങളും മകനും ചേർന്ന് എൻ്റെ കഅബ ശരീഫ് ആകുന്ന വീടിൻ്റെ പണിയെടുക്കണം, അതിൻ്റെ പണി പൂർത്തീകരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചപ്പോൾ ഹബീബായ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമു ഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആ സംഭവങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. വഇദ് ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംഭവം ഖുർആൻ ഒട്ടേറെ സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം കഅബ ശരീഫിന്റെ നിർമ്മാണം ജിബ്രീൽ അലൈഹിസ്സലാം നേതൃത്വം നൽകുന്നു. ഇബ്രാഹിം നബി കല്ലിങ്ങനെ എടുത്തിട്ട് ചുമരും തറപ്പടക്കുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉപ്പാനെ സഹായിക്കുന്നു. കഅബത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കഅബത്തിന് മുന്നിൽ ഇങ്ങനെ നിന്നു. എന്നിട്ട് 2 കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ്, നീ ഏൽപ്പിച്ചു, ഞങ്ങൾ ചെയ്തു. കുറവുകൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം, പാകപ്പിഴവുകൾ ഉണ്ടാകാം. അത് നിനക്ക് മാത്രമേ അറിയൂ, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. റബ്ബേ, ഒരപേക്ഷ നിന്നോട് പറയാനുള്ളത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ഈ ചെയ്ത സംഗതി, ഞങ്ങൾ ഈ ചെയ്ത അമല്, ഞങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങ് ദുആ ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും മറ്റേ ഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും നിന്നുകൊണ്ട് ആമീൻ ആമീൻ. അതാണ് ദുആ. 2 വിധത്തിലാണ് ദുആ. ഒന്ന് ഒറ്റക്ക് ദുആർക്കാം, രണ്ടാമത്തത് കൂട്ട ദുആ. കൂട്ടു പ്രാർത്ഥനയുമുണ്ട്, ഒറ്റക്ക് പ്രാർത്ഥനയും ഉണ്ട്. രണ്ടും വലിയ ഇബാദത്താണ്. ആ രണ്ടും ചേർന്ന ഇബാദത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചോളൂ, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ അതിന് ചില അദബും മര്യാദയും റൂട്ടും ഒക്കെ സ്വീകരിക്കണം. ഞാൻ സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സഖാഫി ഉസ്താദ്. എന്നോട് അയാൾക്കും ബഹുമാനമാണ്, എനിക്ക് അയാളോടും ആദരവാണ്. ശരി എന്ന് വിചാരിച്ച്
അയാളോട് ഞാനൊരു 10,000 രൂപ കടം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് എടുക്കട കാശ് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുമോ? കിട്ടുമോ? നീ എന്താടോ പൈസ ഇങ്ങനെ നടക്കണേ, കുറച്ച് കടം കൊണ്ട, നീ തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുമോ? അതില്ല. നമ്മൾ ഒരാവശ്യം ഒരാളടുത്ത് പോകുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒരല്പം ബഹുമാനിക്കേണ്ട ആള്, താഴ്മ കാണിക്കേണ്ട ആള്, ഒരു സന്തോഷത്തിൽ പെരുമാറി അദ്ദേഹത്തോട് ആവശ്യമായിരിക്കുന്ന രീതിയിൽ അടുത്ത് അങ്ങനെ വേണം ഒരു കാര്യം അപേക്ഷിക്കാൻ. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചോ. ആ ചോദ്യം എങ്ങനെ വേണം? അത് ഒന്നാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മുടെ ഉപ്പാപ്പമാരിൽ ഉപ്പാപ്പ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദ്യമായിട്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹ് പടക്കപ്പെട്ടത് നബിയുല്ലാഹി ആദം. സ്വർഗത്തിൽ ആദ്യം എത്തിയത് നബിയുല്ലാഹി ആദം. മലായിക്കത്തിന്റെ കൂട്ടത്തിൽ ആദ്യം സുജൂദിന് നിന്നിരിക്കുന്ന നബി ആദം നബി അലൈഹിസ്സലാം. അല്ലാഹു റബ്ബി, ആദം നബി അലൈഹിസ്സലാമാണ് ഭൂമിയിലേക്ക് ആദ്യം വന്ന ആള്. എല്ലാത്തിൻ്റെയും തുടക്കക്കാരനാണ് ആദം നബി അലൈഹിസ്സലാം, അല്ലേ? ആ ആദം നബി അലൈഹിസ്സലാം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. എങ്ങനെ ചോദിക്കണം? ആദം നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ആദം നബി അലൈഹിസ്സലാമിന് ഒരു പ്രശ്നമുണ്ടായി, വല്ലാത്ത ഗൗരവമുള്ള പ്രശ്നം. ആദം നബി അലൈഹിസ്സലാം സ്വർഗലോകത്ത് താമസിച്ചപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആദം നബി അലൈഹിസ്സലാം ഇബ്ലീസിന്റെ ചെറിയൊരു കെണിവലയൊരുക്കി. ആ വിഷമത്തിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് ക്ഷീണിച്ചു, വിഷമിച്ചു, പ്രയാസപ്പെട്ടു, മനസ്സ് വല്ലാതെ പൊറുതികേടായി. അപ്പൊ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഫലമ്മാ തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നു. എങ്ങനെ കൈ ഉയർത്തിയത്? അത് നമ്മുടെ മഹാന്മാരായ ആളുകൾ താരീഖ് ഇബ്നു ഹിഷാമും താരീഖ് ഇബ്നു ഇസ്ഹാഖും തുടങ്ങി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ 24 അമ്പിയാക്കളിൽ അതിപ്രധാനിയാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം. 25 അമ്പിയാക്കളിൽ അതിപ്രധാനിയാണ് നബിയുല്ലാഹി ആദം. ആ ആദം നബി അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ആദ്യത്തെ പിതാവാ. ഉപ്പ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എങ്ങനെ? അത് താരീഖ് ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിഷാമും ഒക്കെ ഒട്ടേറെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ തങ്കലിപിക രേഖപ്പെടുത്തി വെച്ചത് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ മഖ്ദൂം തങ്ങൾ ആ കിതാബുകളൊക്കെ പരതി, എന്നിട്ട് ആ ചരിത്രങ്ങളൊക്കെ നോക്കി അതെല്ലാം ക്രോഡീകരിച്ചതിനെ ചുരുക്കി വലിയ മരത്തിൽ നിന്ന്, ചെടിയിൽ നിന്ന് എല്ലാം ഔഷധ വീര്യമുള്ളത് എടുത്ത് ചെറുതാക്കിയിട്ട് മരുന്ന് റെഡിയാക്കിയതാണ് നമ്മുടെ ഗുളിക. ഇപ്പം നമുക്കൊരു വേദന ഉണ്ടായാൽ ഒരു ഗുളിക കഴിക്കൂലേ? ഇപ്പം നമുക്ക് വേദന ഉണ്ടായാൽ കുറച്ച് മരുന്ന് കഴിക്കൂലേ? ഈ മരുന്ന് എത്ര മരുന്നുകൾ കൂട്ടിയിട്ടാണ് ഈ ഗുളികയാക്കിയത് എന്ന പോലെ ഒരുപാട് ചരിത്രങ്ങളെ ചുരുക്കി ഒരു ഗുളികയാക്കി. അതാണ് മങ്കൂസ് മൗലിദ്. ഒരു ക്യാപ്സൂൾ അതാ മങ്കൂസ് മൗലിദ്. ആ മങ്കൂസ് മൗലിദിൽ ബഹുമാനപ്പെട്ടവർ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയ്യുൽ ഹുദാ വഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലമി ഫസമ്മാഹു മുഹമ്മദ വഅഖ്റജഹു ഫീ ആഖിറിൽ സമാനി കമാ ഖദ്ദറ വഅബ്ദ വഅൽബസഹു ഖൽഅത്തൽ ജമാൽ അല്ലതി ലം യുൽബിസ്ഹാ അഹദ ഫവുലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ. ഇത്ര വരെ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ജന്മമാണ്, മുത്തുനബിയുടെ ജനനം ആ സമയത്തുള്ള സംഗതിയാണ്. എന്നിട്ടോ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യം മൂപ്പർ ഓർമ്മപ്പെടുന്നത് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. അല്ലാമ സ്വാവിയും അല്ലാമ ബൈളാവിയും അങ്ങനെ ഖുർആൻ വ്യാഖ്യാതാക്കളായ പ്രമുഖരെല്ലാം ഈ സംഭവം ലോകത്ത് കഴിഞ്ഞു പോയ 1,00,000 പണ്ഡിതന്മാർ ഒരു 25,000 കിതാബുകളിലെങ്കിലും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന സംഭവമാണ്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു. എങ്ങനെയാ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി മുഹമ്മദിൻ നബിയിക
പടച്ചവനെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിനക്ക് ഏറ്റവും പൊരുത്തപ്പെട്ട, നിന്റെ അടുക്കൽ വലിയ സ്ഥാനമാനങ്ങളുള്ള, നീ വളരെ ബഹുമാനിച്ച മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട്, മുഹമ്മദ് നബിയുടെ പൊരുത്തം കൊണ്ട് എന്നെ ഈ വിഷയത്തിൽ നീ കാക്കണേ അല്ലാ. അതാണ് വേർന്നു. അള്ളാഹു തആല പറഞ്ഞത് എന്നോട് ചോദിച്ചോളൂന്ന. എങ്ങനെയാ ചോദിക്കേണ്ടത് എന്ന് വാപ്പ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഉപ്പാപ്പ. അതെങ്ങനെ? മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് ചോദിക്കുക ഒരു രീതി. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പൊ അള്ളാഹു തആല ചോദിച്ചു, അല്ല ആദമേ, നിനക്കെങ്ങനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് മുഹമ്മദ് നബി എന്ന് മനസ്സിലായത്? അപ്പൊ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബേ, നീ എന്നെ പടച്ചു, എനിക്ക് അറിവ് നൽകി. ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുന്നിടത്തെല്ലാം എഴുതിയിരിക്കുന്നു അല്ലാഹു ജല്ല ജലാലു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ജല്ല ജലാലു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്റത്തുൽ മുന്തഹയിൽ മുഴുവനും അതാണ്, അർശിൽ മുഴുവനും അതാണ്, കുർശിൽ മുഴുവനും അതാണ്. അല്ലാഹുവേ, നിന്റെ അർശിന്റെ മുകൾ ഭാഗത്ത് കാണത്തക്ക രീതിയിൽ വലിയ അക്ഷരത്തിൽ ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ്. ഇപ്പുറത്ത് തുടങ്ങുന്നതോ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹ് മുഹമ്മദ്. ഇത്ര അടുത്താ നിൽക്കുന്നത്. അല്ലാഹുവേ, നിന്റെ അർശിന് മുകളിൽ നിന്റെ പേരിനൊപ്പം വലമ്മൽ ഇലാഹു സ്മൻ നബിയ്യി ബിഇസ്മിഹി, വലമ്മൽ ഇലാഹു സ്മൻ നബിയ്യി ബിഇസ്മിഹി. അല്ലാഹുവിന്റെ പേരിനൊപ്പം, ഒപ്പത്തിനൊപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, നിന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാ. അപ്പൊ എനിക്ക് ഉറപ്പായി നിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും നീ ഇഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ടത് മുഖേന നിന്റെ അടുത്തേക്ക് വരിക, നീ ഇഷ്ടപ്പെട്ടത് മുഖേന നിന്നിലേക്ക് വരിക. അതാണ് ഞാൻ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എന്ന് ചോദിച്ചത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹു തആല പറഞ്ഞത് നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ. ആ ദുആ എങ്ങനെയാവണം? ഒരു രീതി ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചു. ശരി. 2, ഉപ്പാപ്പ തന്നെ മറ്റൊരു രീതിയും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാ ഉപ്പാപ്പ പഠിപ്പിച്ചിരിക്കുന്ന രീതി? ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും കൂടെ താമസിക്കുന്ന സമയത്താണ് ഈ ഇബ്ലീസിന്റെ കെണിവല ഒരുങ്ങിയത്. അവിടെ ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാം ഒരു ദുആ ചെയ്തു തവസ്സുലാക്കിയിട്ട്. പിന്നെയോ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയെ കൂട്ടി. എന്നിട്ടോ ആദം നബിയും ഹവ്വാ ബീവിയും കൂടി അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്നുകൊണ്ട് താമസം ആരംഭിക്കുമ്പോൾ 2 പേരും അറഫയിൽ വെച്ച് ഒരുമിച്ച് കൂടി. ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് യാതൊരു സമാധാനവുമില്ല. ആദം നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആരെയും ചേർത്തു? ഭാര്യയായ ഹവ്വാ ബീവിയെയും ചേർത്തുകൊണ്ട് ദുആ ചെയ്തു. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നിന്റെ സ്വർഗത്തിൽ താമസിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. നീ അതിന് മാപ്പ് നൽകിയില്ലെങ്കിൽ, നീ ഞങ്ങൾക്കതിന് വിട്ടുവീഴ്ച തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും റബ്ബേ? നീ നിന്റെ വാതിൽക്കൽ വന്നുകൊണ്ട് നിന്റെ റഹ്മത്തിന്റെ, നിന്റെ മഗ്ഫിറത്തിന്റെ, നിന്റെ കൃപയുടെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരലല്ലാതെ ഞങ്ങളെ കയ്യിൽ മാർഗമില്ലല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ. അതങ്ങ് പറഞ്ഞപ്പോൾ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ ബാക്കിൽ നിന്നുകൊണ്ട് ആമീൻ ആമീൻ. ദുആന്റെ 2ാമത്തെ രീതിയാണ്. ഒരാൾ ദുആർക്ക, മറ്റേ ആൾ ആമീൻ പറയാം. അള്ളാഹുവിന്റെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരാൾ ദുആർക്കുക, മറ്റേ ആൾ ആമീൻ പറയുക. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഖദ് ഉജീബത് ദഅവതുകുമാ. 2 ദുആയും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. 2 ദുആയും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഏതാ 2 ദുആ? തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, മൂസാ നബി ദുആർന്നു, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. കണ്ടോ? ഇപ്പൊ നമ്മളെ നാട്ടിലെല്ലാം ചില പാർട്ടിക്കാരുണ്ട്,
ഈ ബൈക്കൊന്നും വന്നാൽ അവരങ്ങനെ കാണലില്ല. ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈ ബൈക്ക് വരുമ്പോഴും സെലഫി പള്ളി എന്ന് കാണുന്നുണ്ട്. അള്ളാഹു മുസീബത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഇതിനേക്കാളും വലിയൊരു മുസീബത്ത് നമ്മളെ നാട്ടിൽ വേറെ വരാനില്ല. ഈമാൻ തട്ടിക്കൊണ്ടുപോകുന്ന കള്ളന്മാർക്ക് വെച്ചിരിക്കുന്ന പേരാണിത്. നമ്മൾ വളരെയധികം ശ്രദ്ധ വേണം. ഓരോ മഹല്ല് ജമായത്തും, ഓരോ മുസ്ലിം ജമായത്തും, ഓരോ പള്ളിയിലെ ഖാദി, ഖതീബ്, ഉസ്താദുമാരും വളരെയധികം ശ്രദ്ധ വേണം. ഈമാൻ തട്ടിക്കൊണ്ടുപോയാൽ നമ്മളെ കയ്യിൽ യാതൊന്നും ബാക്കിയുണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഫിന്ന് ഒരാൾ ഒറ്റക്ക് പോയിട്ട് ഒരു മൂലയിൽ പോയിട്ട് ഒറ്റക്കൊരു ദുആ. എന്താ? അല്ലാഹ് ഞാനും പെണ്ണുങ്ങളും ഞാനും, എനിക്കും ഭാര്യക്കും എനക്കും, ഓനിക്കും ഭാര്യക്കും മാത്രം. ഇവിടെ നമ്മൾ അരിക്കുഞ്ഞു ഉസ്താദ് തുടങ്ങിയിട്ട് എല്ലാ ഉസ്താദന്മാരും ദ്വാരക്കുന്ന എങ്ങനെ? ഇബ്രാഹിം നബിന്റെ ദുആ റബ്ബന, ആദം നബിന്റെ ദുആ റബ്ബന, മുത്ത് നബിന്റെ ദുആ റബ്ബന, മൂസാ നബിന്റെ ദുആ റബ്ബന, ഹാറൂൻ നബിന്റെ ദുആ റബ്ബന, ഇസ്മായിൽ നബിന്റെ ദുആ റബ്ബന. ഖുർആനിൽ ഇങ്ങനെ ദുആ ഇങ്ങനെ കണ്ടാൽ 98% ദുആഉം ആരംഭിക്കുന്നതിന് എങ്ങനെ? കൂട്ടുപ്രാർത്ഥനയുടെ വാചകമായിട്ടാണ്, ബഹുവചനമായിട്ടാണ്. റബ്ബനാ ളലംനാ, റബ്ബനാ ലാ തുആഖിദ്നാ, റബ്ബനാ നസീനാ, റബ്ബനാ ഹബ് ലനാ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, റബ്ബനാ ളലംനാ. ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് റബ്ബനാ റബ്ബനാ റബ്ബനാ. ലോകത്തെ മുഴുവനും തീറ്റിപ്പോറ്റുന്ന ഉടമക്കാരാ, ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ബഹുവചനം കൊണ്ടാണ് ഖുർആനിലെ 98% ദുആയും അല്ലേ? അതാ നമ്മളൊക്കെ വാർക്കണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ, അപ്പൊ രണ്ടാളും ആമീൻ. എത്ര ദുആണ്ട്? അതേ സമയത്ത് ഈ പുതിയ പാർട്ടിക്കാർക്ക് റബ്ബന എന്ന് പറയാൻ അവർക്ക് പേടിയാണ്. കാരണം എന്തുകൊണ്ട്? എല്ലാവർക്കും കൊടുത്താൽ നമ്മളെ ഓഹരി കുറഞ്ഞു പോകും അല്ലേ? ഒരാളടുത്ത് 1000 രൂപ ഉണ്ട്. അപ്പോൾ ഒരു പള്ളീൻ്റെ പിരിവിന് വേണ്ടിയിട്ട് ഒരാൾ വന്ന്, ഒറ്റ ആൾ വന്നാൽ 1000 കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 ആൾ വന്നാലോ 500, 4 ആൾ വന്നാൽ 250, 10 ആൾ വന്നാൽ 100 ഈച്ച കിട്ടും. 20 ആൾ വന്നാൽ എത്ര കിട്ടും? 50 കിട്ടും. അപ്പം പിന്നെ 1000 ആൾ വന്നാലോ 10 കിട്ടും. അപ്പം ഇവർ വിചാരിച്ചത് അള്ളാഹിനെ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും കൂടി ദ്വാരക്കുമ്പം അള്ളാഹിനോട് ചോദിച്ചാൽ ആകെ 1000 ഉണ്ട്. അപ്പം എത്ര കിട്ടും? 10 കിട്ടും. അതുകൊണ്ട് ബാക്കി എല്ലാവരും നിസ്കരിച്ച് ദ്വാരക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം ഇവരതിങ്ങ് വാങ്ങി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചങ്ങായി വേഗം പോയിട്ട്, പഠിച്ചാലും ഞാനും പെണ്ണുങ്ങളും, ഞാനും ഭാര്യയും ഞാനും ഭാര്യ ഓനിക്കും പെണ്ണുങ്ങൾക്കും മാത്രം ഒരു ദ്വാ. ഈ വിഭാഗത്തിനാണ് മുജാഹിദ് എന്ന് പറയുന്നത്, സലഫി എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദുആയിൽ പോലും മോമിനിങ്ങളെ ഓർമ്മയില്ലാത്ത കൂട്ടരാണവർ. ദുആയിൽ പോലും സ്വാർത്ഥ താല്പര്യം നിലനിർത്തുന്ന ആൾക്കാരാണവർ. ചെറിയ സംഗതിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈമാൻ അത് കള്ളന്മാർ കൊണ്ടുപോകും. കള്ളന്മാർ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം സൂക്ഷിച്ചാൽ, എത്ര സൂക്ഷിച്ചാലും കള്ളന്മാർ വിചാരിച്ചാൽ പോകൂലേ? നമ്മളെ വീട്ടിലുള്ള സാധനം പോകാത്തത് നമ്മളെ പൂട്ടിൻ്റെ ഉറപ്പ് കൊണ്ടല്ല. ആണോ? നമ്മളെ വീടിനൊരു ചുറ്റുമതിൽ, ആ മതിലിന് ഒരു ഗേറ്റ് ഇല്ലേ? ഗേറ്റ് തുറന്ന് ഉള്ളിൽ ചെന്നാൽ നമ്മുടെ വീടിൻ്റെ ഡോറിനൊരു പൂട്ട്, അത് തുറന്നാൽ നമ്മളെ ബെഡ്റൂമിനൊരു പൂട്ട്, അത് തുറന്നാൽ നമ്മുടെ അലമാരിക്ക് ഒരു പൂട്ട്, അത് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സെൽഫ്, അതിനൊരു പൂട്ട്. അവിടെയല്ലേ നമ്മൾ മറ്റേ സാധനമൊക്കെ വെച്ചത്? സംഭാവന ചോദിക്കണില്ല, അവിടെ തന്നെ അല്ലേ? അത് തന്നെ. അത്ര ഭദ്രമാക്കി സൂക്ഷിച്ചു വെച്ചതാ. ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ കള്ളം കൊണ്ടുപോകൂലേ? അല്ലാ, ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ചാവി ഇട്ടിട്ട് ഇങ്ങനെ പൂട്ട് അടക്കുമല്ലേ, ഇങ്ങനെ പൂട്ടുമ്പോൾ അപ്പൊ കിടി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങോട്ട് വീഴുന്നില്ലേ അല്ലേ? അതിനെന്താ പേര്? എൻ്റെ നാട്ടിലൊക്കെ അതിന് കള്ളം എന്നാ പറയാ. ഇവിടെ എന്താ പറയാ? കള്ളം തന്നെയല്ലേ? അപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ ഇത് എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. 2 കള്ളന്മാരെ കാവലേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. ഇനി പുറത്തുനിന്ന് മൂന്നാമത്തെ ഒരു കള്ളം വന്നാൽ കള്ളന്മാർ തമ്മിൽ വേഗം യോജിപ്പാവും. അതല്ലേ?
നമ്മളെ നാട്ടിൽ പണ്ടത്തെ കാലത്ത് ഒരു കള്ളനുണ്ടായിരുന്നു, മണിയറ കള്ളൻ. ഹബീബ് കോയ എന്ന അയാളെ പേര്. കോയ എന്ന് പറയുമ്പോൾ ഇങ്ങാരെങ്കിലും തങ്ങളാന്ന് വിചാരിക്കണ്ട. ആ നാട്ടിൽ അങ്ങനെയാണ്. ഉച്ചക്ക് പ്രസവിച്ചാൽ ഹുസൈൻ കോയ, അസർക്ക് പ്രസവിച്ചാൽ ഹസൻ കോയ, മഗ്‌രിബിക്ക് പ്രസവിച്ചാൽ മൊയ്തീൻ കോയ. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു ഒത്തു വന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അതാണ് ബീരാങ്കോയ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി അങ്ങനെ പേരുണ്ടെങ്കിൽ ഇങ്ങനെ ബേജാറാകണ്ട, ഇരിക്കട്ടെ. അപ്പോൾ ഈ കോയ കള്ളൻ്റെ പരിപാടി എന്താ? ഒരു ഇഖ്ലാസുള്ള കള്ളനാണ്. 100, 200, 300 പവനൊക്കെ കൊടുക്കുന്ന വീട്ടിൽ കയറിയിട്ട് ആ ആഭരണം കട്ടുകൊണ്ടുപോകുന്ന ആളാണ് മണിയറക്കള്ളൻ. അതാ. അപ്പൊ കള്ളന്മാർ ഉദ്ദേശിച്ചാൽ സാധനം പോകും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരമാകുന്ന പെട്ടി, ആ പെട്ടിക്ക് ഒരു ചുറ്റുമതിൽ, ഒന്നിച്ച് നമ്മുടെ തൊലി, ആ തൊലിയാകുന്ന മതിൽ തുറന്ന് ഉള്ളിൽ ചെന്നാൽ മാംസം നിറഞ്ഞ്, മാംസം തുറന്ന് ഉള്ളിൽ ചെന്നാൽ എല്ല് തുറന്ന് ഉള്ളിൽ ചെന്നാൽ നമ്മളെ ലിവർ ഐറ്റംസുകളെല്ലാം, ആ ലിവറും തുറന്ന് ഉള്ളിൽ ചെന്നാൽ അവിടെ ഒരു ചെറിയ സെൽഫുണ്ട്, അതാണ് കൽബ്. ആ കൽബാകുന്ന സെൽഫിൽ അല്ലാഹു തആല സൂക്ഷിച്ചിരിക്കുന്ന നിധി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കട്ടുകൊണ്ടുപോകുന്ന കള്ളനാരാന്നറിയോ? 2 പെരുങ്കള്ളന്മാരുണ്ട്. ഒന്ന് ഇബ്ലീസുൽ ലഈൻ, മറ്റൊന്ന് മസീഹുദ് ദജ്ജാൽ. അതുകൊണ്ടാണ് എപ്പോഴും അവരെ കാവലിന് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. 2 വലിയ കള്ളന്മാരാണ്. അവർ 2 പേരും കട്ടുകൊണ്ടയോ പിന്നെ സാധനം തന്നെ കിട്ടാണ്ടാവില്ല. പിന്നെ ആരും അന്വേഷിച്ചിട്ടും കാര്യമല്ല. എന്ത് പേപ്പറിൽ കൊടുത്തിട്ടും, എന്ത് രഹസ്യാന്വേഷണ വിഭാഗം, ഏത് അന്വേഷണ വിഭാഗത്തിന് ഏൽപ്പിച്ചാലും കിട്ടൂല. അങ്ങനത്തെ കള്ളന്മാരായി. അതേ സമയത്ത് ആ കള്ളന്മാരെ മക്കളുണ്ട്, ചെറിയ ചെറിയ കള്ളന്മാർ. പിടിക്കപ്പെടാൻ പറ്റും. നമ്മളെ പോലീസിന് കിട്ടും, ഇല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കാം, അതല്ലെങ്കിൽ വേറെയും കുറെ അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ, ഇവരെ കൊണ്ടൊക്കെ കണ്ടിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മുടെ ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന ഖാദിയാനിസം, വഹാബിസം, തബ്ലീഗിസം, മൗദൂദിസം, ഒട്ടേറെ ഇസങ്ങളുണ്ട്. ഈ ഇസങ്ങളെ ഏത് സലഫിസം നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെ ഉമ്മപങ്ങന്മാരൊക്കെ നല്ല പോലെ ആലോചിക്കണം. മരിച്ച് കബറാകുന്ന വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും നമുക്ക് വേണ്ടി ഒരു ദുആ ചെയ്യാൻ അവർ തയ്യാറാവുകയില്ല. അള്ളാഹു അവരെ ശർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരെ വാദങ്ങളിൽ പ്രധാനമാണ് കൂട്ടുപ്രാർത്ഥന പറ്റൂല. നിങ്ങൾ നോക്കൂ സഹോദരന്മാര്, എവിടെയാണ് ദുആ ഇല്ലാത്തത്? ഏതൊരു സംഗതി ചെയ്യുന്നോ അവിടെ ഒരു ദുആ ഉണ്ട്. എന്തേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് അള്ളാഹിനോട് റബ്ബനാ തഖബ്ബൽ മിന്നാ, ആ ഇത്തിബാഅ് നമ്മൾ നിലനിർത്തുക. എന്തേ? വത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് നിങ്ങൾ പിന്തുടരണം. ഇബ്രാഹിം നബി ഒരു കഅബത്തിന്റെ പണിയെടുത്തു, അള്ളാഹിനോട് ദ്വാർന്നു. നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ഖുതുബ നടത്തി, വെള്ളിയാഴ്ച ഖുതുബ ഓതി അവസാനിപ്പിക്കൽ എങ്ങനെ? ദുആയോട് കൂടെ. നമ്മൾ നിസ്കരിക്കുക, അവസാനിക്കൽ എങ്ങനെ? ദുആയോട് കൂടെ. നമ്മൾ വഅദ് തുടങ്ങുക, അവസാനിപ്പിക്കൽ എങ്ങനെ? ദുആയോട് കൂടെ. എല്ലാ സംഗതിയും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ എന്ന് പറയുന്നത് ആ ചെയ്യുന്ന സംഗതിയുടെ ഇബാദത്തിന്റെ അകക്കാമ്പാണ്. അപ്പൊ അല്ലാഹു തആല ദുആർക്കാൻ പറഞ്ഞു. നമുക്ക് അമ്പിയാക്കൾ തന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ദുആ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ദുആ. ഇനിയോ എത്രയാണ് നമുക്കത് പഠിപ്പിക്കപ്പെടുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യത്തെ സൂറത്ത് തന്നെ മുസാഫ് അങ്ങോട്ട് മറിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തു തഅലീമിൽ മസ്അല. അടിമ ഉടമയോട് എങ്ങനെ ചോദിക്കണം എന്ന് പഠിപ്പിക്കുന്ന സൂറത്ത് ഉണ്ടോ? അപ്പൊ ആ ദുആ തുടങ്ങുമ്പോ അൽഹംദുലില്ലാഹ്, അപേക്ഷ അള്ളാഹുവിലേക്ക്. അങ്ങനെ അള്ളാഹുവിന്റെ മദ്ഹുകളും ഗുണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ വെക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അപ്പോ ആരാധനകളുടെ രാജാവാണ് നിസ്കാരം. ആ രാജാവായ നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇമാമ് മുന്നിലേക്ക് നിന്നിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നാണ് പറയുമ്പോൾ 1000, 10000, 1,00,000, 2,00,000 എന്ന് വേണ്ട. ഹജ്ജിന്റെ സമയത്ത് മക്കത്തുൽ മുക്കറമയിൽ 30 ലക്ഷം മുഅ്മിനീങ്ങൾ കഅബത്തിൽ നിസ്കരിക്കാണ്.
ഒന്നിച്ച് ഇമാമ് വലല്ലാലീൻ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്ത് പറഞ്ഞു? ആമീൻ. കൂട്ടുപ്രാർത്ഥന പറ്റുമോ? പറ്റൂലേ? കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ദ്വാർക്ക, മറ്റൊരാമീൻ പറയാം. അത് ഖുതുബയിലുണ്ട്, നിസ്കാരത്തിലുണ്ട്, വഅദിനുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ ഈ സെലഫിസം ബാക്കിയുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാൾക്ക് തെറ്റി, മറ്റൊരാ തെറ്റിൻ്റെ ഒപ്പം നിൽക്കുക. വിവരമില്ലാത്ത ഒരാൾ ഇമാമായി നിസ്കരിച്ചു പണ്ട്. അപ്പം അയാൾ ഓതിയപ്പം എങ്ങനെ ഓതി? വൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലൂൻ എന്നാണ്. അപ്പം മൗമൂമായി നിൽക്കുന്ന ആൾ ആമൂൻ എന്നാണ്. സെലഫിസം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ പരിപാടി. തെറ്റിയോടൊപ്പം കൂടിയിട്ട് ഓനും ആ തെറ്റിൽ അങ്ങനെ പോകാൻ. മറ്റോ ഏതായാലും വലല്ലാലൂൻ, അപ്പം എൻ്റെ വക ആമൂൻ. അതല്ലേ ഇതിനൊക്കെ തെളിവേതാ? ഇതിനൊക്കെ ഓരോ ഡിക്ഷണറിയാണ്. ഡിക്ഷണറിയിൽ നോക്കിയിട്ട് വാക്കിന് അർത്ഥം കണ്ടുപിടിക്കും. അപ്പൊ കത്തല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊന്നു. അപ്പൊ കുത്തില എന്ന് പറഞ്ഞാലോ കുത്തിക്കൊന്നു എന്നാണ്. അപ്പൊ കാത്തിരുൽ മുശ്രിക്കീന കാഫ, മുശ്രിക്കീങ്ങളെ മുഴുവനും കുത്തിക്കൊല്ലണോ എന്ന അർത്ഥം വെച്ചു കൊടുത്തു. ഇപ്പൊ ഇസ്ലാം തീവ്രവാദമായി, അക്രമമായി, അനീതിയായി, എല്ലാ സ്ഥലത്തും കുഴപ്പമായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ ഉണ്ടാക്കിയത് സെലഫികളാണ്. അതുകൊണ്ട് നമുക്കൊരു പുതിയാപ്പിളിനെടുക്കുമ്പോൾ, നമ്മളെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആര് പറഞ്ഞു നമ്മളോട്? അല്ലാമ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തപ്പാപ്പ, അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ. നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാ അവർ മുഴുവനും പറഞ്ഞു. അവരുടെ ഒക്കെ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിൻ്റെയും കോട്ടുമല ഉസ്താദിൻ്റെയും അതുപോലെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട താജുൽ എല്ലാവരുടെയും പൊരുത്തം വാങ്ങാൻ സാധിച്ച രണ്ട് മഹാന്മാർ ഏറ്റവും പ്രധാനികളായി. ഒന്ന് ഷെയ്ഖുന എ.പി. ഉസ്താദ് സുൽത്താനുൽ ഉലമ, മറ്റൊന്ന് താജു ശരീഅ അലിക്കുഞ്ഞ് ഉസ്താദ്. അള്ളാഹുവേ രണ്ടുപേർക്കും ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. വഫാത്തായവരും ഹയാത്തുള്ളവരുമായ മഹാന്മാരൊക്കെ നമ്മളോട് പഠിപ്പിച്ചതെന്താ? നിങ്ങളെ മക്കൾക്കൊരു പുതിയാപ്പിളെടുക്കുമ്പോൾ സെലഫിസത്തിൽ പെട്ടുപോകണ്ട, വഹാബിസത്തിൽ കുടുങ്ങിപ്പോകണ്ട എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കണം. സക്കറാത്തിൽ കടക്കുമ്പോൾ അല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവർ. ഇനി എന്താ അധികം വേണ്ടത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മളത് മനസ്സിലാക്കാൻ ഞാൻ പറ്റൂല. മക്കത്തുൽ മുക്കറമയിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ? ഇല്ലെങ്കിൽ അവിടെ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ചാനൽ നോക്കേണ്ടി, അപ്പം കാണാം മക്കത്തെ നിസ്കാരം ഇങ്ങനെ നടക്കുമ്പോൾ മക്കത്ത് സാധാരണ ഒരു 10 ലക്ഷം ആൾ പള്ളിയിൽ നിസ്കരിക്കാനുണ്ടാവും. ഹജ്ജ് സമയത്ത് 20-25 ലക്ഷം ആൾക്കാരുണ്ടാവും. മദീനത്തെ പള്ളിയിൽ നോക്കിയാൽ 12 ലക്ഷം ആളുകൾ അകത്തും 8 ലക്ഷം ആൾ പുറത്തും. 20 ലക്ഷം ആൾ ഒറ്റ ജമാഅത്തായി നിസ്കരിക്കുന്ന പള്ളിയാണ് എവിടെ? മദീനത്തെ പള്ളി. ആ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ സൊഫായിട്ട് നിന്നാൽ ഒരൊറ്റ സൊഫിൽ തന്നെ എത്ര ഉണ്ടാകും? ഒരു 5000-3000 ആൾ ഒറ്റ സൊഫിൽ തന്നെ ഉണ്ടാവും. ആ സൊഫിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഏതൊക്കെ രാജ്യക്കാരുണ്ട്? ഇറാഖിൽ നിന്ന് വന്നവരുണ്ട്, സിറിയയിൽ നിന്ന് വന്നവരുണ്ട്, മൊറോക്കോക്കാരുണ്ട്, സൗദികളുണ്ട്, UAE-ക്കാരുണ്ട്, കുവൈത്ത്, ഖത്തർ, പാകിസ്ഥാൻ, ഇന്ത്യ, അങ്ങനെ അഫ്ഗാനിസ്ഥാൻ, ഏതെല്ലാം തുർക്ക്മെനിസ്ഥാൻ, എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട്. അല്ലാഹു അക്ബർ. എല്ലാവരും കൈയ്യട്ടിയിരിക്കുന്നു. എല്ലാവരും ആ ബഹുമാനത്തിൽ, ആ ആദരവിൽ എല്ലാവരും. 1000 ആളെ കഴിഞ്ഞപ്പം ഒരാൾ മാത്രം അല്ലാഹു അക്ബർ. അപ്പം നമ്മൾ നോക്കി ഇത് ഏത്? അപ്പം നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പോയ സെലഫിയാണ്. ഏതെല്ലാം ദുനിയാവിൽ നിന്ന്, ഏതെല്ലാം രാഷ്ട്രത്തിൽ നിന്ന്, ഏതെല്ലാം മദ്ഹബിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരും ഇങ്ങനെ തക്ബീർ കെട്ടുന്നതില്ല. ഈ രൂപത്തിൽ 2 തക്ബീർ അവിടെ കാണുന്നു. ഒന്ന് മൗദൂദി, ഒന്ന് വഹാബി. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന അവിടം മുതൽ മയ്യത്തിന് യാത്രയപ്പ് കൊടുക്കുന്നത് വരെ
പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ 448 വിഷയത്തിൽ അവർ തർക്കമുണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും രണ്ടും സംഗതിയിലല്ല. നമ്മൾ നല്ല പോലെ ദുആ ചെയ്യണം. അള്ളാഹു അവരെ ശർണത്തോട്ട് കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോകും മുഅ്മിനീങ്ങളെ. നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിധിയാണ് ഈമാൻ. ഈമാൻ കള്ളം കൊണ്ടുപോയിട്ട് ഈ പെട്ടി ആർക്ക് വേണം? 100 പവന്റെ ആഭരണം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടി, ആഭരണം കള്ളം കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ, പെട്ടി കിട്ടിയാലോ. അസ്റായീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് നമ്മൾ അസ്റായീലിനോട് പറയാണ്, ഈമാൻ പോയിരിക്കുന്ന പെട്ടി കൊണ്ടേക്കോളെന്ന് പറഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ. മലക്കുൽ മൗത്ത് അസ്റായീൽ നല്ലോണം ചൊല്ലിക്കോളി. ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ സാധാരണ വിചാരിച്ച ആളല്ല മൂപ്പര്. അള്ളാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. നമ്മൾ ചെറിയ രീതിയിൽ ചെല്ലിയാൽ പോരാ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ കൽബാകുന്ന പാത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ നമ്മുടെ ദുരിതം അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുത്ത് മുഅ്മിനുകളെ, അവരാണ് പറയുന്നത് കൂട്ടുദുആ പറ്റൂല. നമുക്ക് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, ഹബീബുന മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂല് അധികമായി ചെയ്ത ദുആ, നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആ, ആ ദുആ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുആ വേണം ഏത് സമയത്തും. ഇനി റസൂലുള്ളാഹി തങ്ങൾ ദുആനെ പറ്റി മറ്റൊരു വാചകം കൂടി പറഞ്ഞു. അതെന്താ? നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും ഒരു ആയുധം വേണം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ആരോഗ്യം. ആരോഗ്യമില്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? ആരോഗ്യമില്ലെങ്കിൽ നടക്കാൻ പറ്റുമോ? ആരോഗ്യമില്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ആരോഗ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷകനാണ്. ആ ആരോഗ്യം എന്ത് വേണം? എപ്പോഴും നമ്മുടെ കയ്യിൽ ആരോഗ്യം വേണം, കണ്ണിന് ആരോഗ്യം വേണം. കണ്ണിൻ്റെ ആരോഗ്യം കാഴ്ചയാണ്, കാതിൻ്റെ ആരോഗ്യം കേൾവിയാണ്, നാവിൻ്റെ ആരോഗ്യം സംസാരം, മറ്റു കാര്യങ്ങളാണ്. ഓരോ അവയവത്തിനോടും ചേർന്ന ആരോഗ്യം വേണം. എന്നാൽ അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. ദുആ മുഅ്മിനിന്റെ ഡിഫൻസ് ആണ്. ദുആ എന്ന് പറയുന്ന ആയുധം അത് നിങ്ങളെ കയ്യിൽ എപ്പോഴും ദുആ എന്ന ആയുധമുണ്ടാകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദുആ നിങ്ങൾ ഓർത്തു നോക്കിക്കോ. നിസ്കാരമാകുന്ന ആരാധനയുടെ രാജാവ് ആ നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. ഇമാമ് ദുആ ചെയ്യുക, മറ്റുള്ളവരൊക്കെ ആമീൻ പറയുക. ഖതീബ് ദുആ ചെയ്യുക, മറ്റുള്ളവരൊക്കെ ആമീൻ പറയുക. അങ്ങനെ കൂട്ടമായ ദുആ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദുആ എല്ലാവരും ഒരുമിച്ച് ദ്വാരക്കാം. അത് നിസ്കാരം തന്നെ പഠിപ്പിച്ചതാണ്. ഇനി നിസ്കാരത്തിൽ തന്നെ മറ്റൊരു ദുആയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന മറ്റൊരു ദുആയുണ്ട്. അതേതാ ദുആ? ഒരാൾ ഒറ്റക്ക് അള്ളാഹുവിന് മുമ്പിൽ മനസ്സ് തുറക്കുക. നിങ്ങൾ നോക്ക്, ആ ദുആ ഏതാണ്? നിസ്കരിക്കുന്ന സമയത്ത് ദുആഇന് വേണ്ടി മാത്രം അല്ലാഹു തആല ഒരു ഫറള് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഫറള്? 14 ഫറളുകളിൽ ഒന്ന് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. അല്ലേ? ഒരു സുജൂദ് ചെയ്തു. അഖറബുമായ യകൂനുൽ അബ്ദു ഇലാ റബ്ബി, അടിമ ഉടമയിലേക്ക് അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും അടുക്കുന്ന സമയം വഹുവ സാജിദുൻ, സുജൂദിൽ കിടക്കുന്ന സമയമാണ്. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എന്ത് വേണം? അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം. നേരത്തെ അള്ളാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താ? അള്ളാഹുവിന്റെ ഔലിയാക്കളെ തവസ്സുലാക്കി ദുആ ചെയ്യുക. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താ? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ട്, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അങ്ങനെ ആ ഒരു സുജൂദ് ചെയ്തു. അപ്പൊ അള്ളാഹ്ക്ക് വലിയ സന്തോഷമായി. രണ്ടാമത്തെ സുജൂദിന് വേണ്ടി എഴുന്നേറ്റിട്ട് കണ്ടോ, 2 സുജൂദിന്റെ ഇടക്ക് റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കണ്ട നിങ്ങൾ, നിസ്കാരത്തിൽ തന്നെ രണ്ടുമുണ്ട്. നേരത്തെ നിസ്കാരത്തിൽ വലല്ലാലീൻ ആമീൻ കൂട്ട ദുആയാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ ചെറിയൊരു ഫറള്, അതേതാ? ഇടയിലെ ഇരുത്തം, അവിടെ വെക്കുന്ന ഒറ്റക്കുള്ള ദുആയാണ്. റബ്ബിഗ്ഫിർലി, ഒറ്റക്കുള്ള ദുആയാണ്. ഒറ്റക്കും ദ്വാരക്ക, കൂട്ടമായിട്ടും ദ്വാരക്ക.
ദുആഇന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ചേർത്ത് ദുആ ഇറക്കുക ഒന്ന്. പിന്നെയോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ചെയ്തുകൊണ്ട് ദുആ ഇറക്കാറുണ്ട്. ഇനിയോ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം തിരഞ്ഞെടുക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഞാൻ എൻ്റെ ഉമ്മപങ്ങന്മാരോട് പറയട്ടെ. ബഹുമാനപ്പെട്ട ബീബി റാബിഅത്തുൽ അദവിയ്യ, ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട ബീബി അവരുടെ ഉറൂസ് മുബാറക്ക് ആഘോഷിക്കുകയാണ്. ഞാൻ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ വേണ്ടി പോയി ഫലസ്തീനിൽ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങോട്ട് തിരിയുന്നതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ ആളുകളൊക്കെ ദുആക്ക് തിരക്ക് കൂടുന്ന ഒരു സ്ഥലമുണ്ട്. അതേതാ? ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തപ്പെട്ട സ്ഥലം. അതിന് തൊട്ടടുത്ത മറ്റൊരു സ്ഥലമുണ്ട്. അതേതാ? ബീബി റാബിഅത്തുൽ അദവിയ്യ. റാബിഅ ബീബിയുടെ മക്കാമാണ്. ഫലസ്തീൻ ഗവൺമെന്റ് പുറം രാജ്യത്തുനിന്ന് സിയാറത്തിനും ടൂറിസ്റ്റുകളുമായി വരുന്ന ആളുകൾക്ക് സന്ദർശന സ്ഥലം കൊടുക്കുന്നതിൽ പ്രധാന അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ബീബി റാബിഅത്തുൽ അദവിയ്യ മക്കാം. ആ മക്കാമിലേക്ക് അങ്ങോട്ട് എന്നപ്പോൾ അവിടുത്തെ ചരിത്രം, ബീവിയുടെ ചരിത്രം അവിടുത്തെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. പല ചരിത്രങ്ങളുമുണ്ട്. അതിലൊന്ന് കാണാം. ബഹുമാനപ്പെട്ട റാബിഅ ബീബി റളിയല്ലാഹു അൻഹ രാത്രി സമയത്ത് ഉറക്കമില്ല. രാത്രി സമയത്ത് ഉറക്കമില്ല. ബഹുമാനപ്പെട്ട ബീവി എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ച് അവർ റൂമിലേക്ക് പോയി. ഓരോ ആളുകളും റൂമിൽ പോയി ഉറങ്ങാൻ തുടങ്ങുമ്പോൾ റാബിഅ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഇബാദത്ത് മുറിയുണ്ട്. ആ ഇബാദത്ത് റൂമിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് നിസ്കരിക്കുന്നു. ദിക്ർ ചൊല്ലുന്നു, അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. ദിക്റും സ്വലാത്തും ഖുർആനും അങ്ങനെ രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞു. രാത്രിയുടെ 2/3 ഭാഗം കഴിഞ്ഞിട്ട് ജൗഫുൽ ലൈലിൽ ആഖിർ ദുആക്ക് ഉത്തരം കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് തിരഞ്ഞെടുത്താൽ ആ സമയം ഏതാണ്? മുത്തുനബിയെ പ്രസവിക്കാൻ അടുത്ത് വന്ന ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ പകുതിയുടെ അവസാനം. അവിടെ എത്തുമ്പോൾ വല്ലാത്ത സമയമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സമയം, അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഇറങ്ങുന്ന സമയം, സ്വർഗവാതിൽ ഭൂമിക്ക് നേരെ തുറക്കുന്ന സമയം, അർശിൻ്റെ ഭാഗത്ത് ഉണർന്നുകൊണ്ട് ബാങ്കിന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയം, മുത്തുനബിയോടെ പ്രസവിച്ചിരിക്കുന്ന അതിനോടടുത്ത സമയം. ആ സമയം വല്ലാത്ത ടൈമാണ്. അപ്പം അല്ലാഹു തആല ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. റാബിഅ ബീബി റളിയല്ലാഹു അൻഹ ആ സമയത്ത് രാത്രി മുഴുവനും സുജൂദ് ചെയ്തു, രാത്രി മുഴുവനും ഖുർആൻ ഓതി, രാത്രി മുഴുവനും തസ്ബീഹ് ചൊല്ലി, രാത്രി മുഴുവനും സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് പറയുന്നു, രാജാതിരാജനായ റബ്ബേ, രാജാതിരാജനായ അല്ലാഹ്, രാജാക്കന്മാരെ വാതിലടച്ചു, മുതലാളിമാരെ വാതിലടച്ചു, കച്ചവടക്കാരൻ്റെ വാതിലടച്ചു, ബിസിനസ്സുകാരൻ്റെ വാതിലടച്ചു, അങ്ങാടികളിലെ വാതിലുകളൊക്കെ അടച്ചു. എല്ലാവരും ഷട്ടർ താഴ്ത്തി. എവിടെയും ഒരു ഇലാനങ്ങുന്നില്ല, എവിടെയും ശബ്ദമില്ല. റബ്ബേ, ഈ പാതിരാവിൻ്റെ കൂരിരുട്ടിൽ പാപിയായ ഒരു പെണ്ണ് ഈ ഇരുട്ട് മുറിയിൽ ഇതാ നിന്റെ റഹ്മത്ത് കാത്തു നിൽക്കുന്നു. അല്ലാഹ്, നിന്റെ റഹ്മത്തിന്റെ വാതിലടച്ചിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിലടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിലടച്ചിട്ടില്ലല്ലോ. അല്ലാഹ്, പാവിയായ റാബിഅ നിന്റെ മുമ്പിൽ നിന്ന് കരയുന്നത് നീ കാണുന്നില്ലേ? എത്രയോ ആളുകൾ ഇത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പടച്ചവനെ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ റിക്കാർഡുകളൊക്കെ വലം കയ്യിൽ കിട്ടുമോ ഇടത്തെ കയ്യിലാകുമോ അറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? ഞാൻ നിന്റെ മഹ്ശറാമുറ്റത്തേക്ക് വന്നാൽ ഞാൻ ഷഖീ പരാജയപ്പെട്ട കൂട്ടത്തിലാകോ സഈദ് വിജയിച്ച കൂട്ടത്തിലാകുമോ അതറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? പടച്ചവനെ, നിന്റെ സ്വർഗത്തിലേക്ക് ആളുകളെ ചേർക്കുമ്പോൾ ഞാൻ സ്വർഗത്തിന്റെ പാർട്ടിയിൽ ഉണ്ടാകുമോ നരക പാർട്ടിയിലാകുമോ അതറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു. അല്ലാഹുവേ, നിന്നെ മഹബത്ത് വെച്ച ഒരാൾ എങ്ങനെ ഉറങ്ങും? കുല്ലു നൗമിൻ
അലൽ മുഹിബ്ബി ഹറാമു. ഈ വക കാര്യങ്ങളൊന്നും അറിയാതെ ഉറങ്ങാൻ സാധിക്കൂലല്ലോ റബ്ബേ. അതുകൊണ്ട് ഇതാ പാതിരാവിന്റെ കൂരിരുട്ടിൽ നിന്റെ വാതിൽക്കൽ വന്നുകൊണ്ട് ഒരു പാപിയായ പെണ്ണിത കൈ നീട്ടുന്നു റബ്ബേ, രാജാതിരാജനായ റബ്ബേ. റാബിഅ ബീവിയുടെ കരച്ചിൽ, റാബിഅ ബീവിയുടെ കണ്ണുനീർ. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, നമ്മളിവിടെ ബഹുമാനപ്പെട്ട ബീവി ഉമ്മയുടെ ഉറൂസ് മുബാറക്ക് ആഘോഷിക്കുകയാണ്. അല്ലാഹുവേ, ബീവിമാർക്കൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ഉമ്മപങ്ങന്മാരും, ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, പെൺമക്കളുണ്ട്, സഹോദരിമാരുണ്ട്, ഞങ്ങളെ വഅദിന്റെ മജ്‌ലിസിൽ വന്നവരുണ്ട്. എല്ലാവരെയും ഈ ബീവി ഉമ്മമാരോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റാബിഅ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീർ, അവിടെ നിന്ന് കരയുകയാണ്. ഔലിയാക്കളായ മഹാന്മാരോട് അടുക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടണം. ഞാൻ ഈജിപ്തിൽ പോയി. ഈജിപ്തിന്റെ തലസ്ഥാന പട്ടണമായ കൈറോ പട്ടണത്തിൽ 25 കിലോമീറ്റർ ഔലിയാക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലം മദീനത്തുൽ മൗത്ത, മരിച്ചു കിടക്കുന്നവരെ പട്ടണം എന്ന് അങ്ങോട്ട് പറയാം. അവിടെ ആരാ കിടക്കുന്നത്? ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുന്നുണ്ട്. നഫീസത്തുൽ മിസ്രിയ ബീവി അവിടെ കിടക്കുന്നുണ്ട്. സക്കരിയ അൻസാരി തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇമാം മഹല്ലി തങ്ങളുണ്ട്. ഇമാം സുയൂത്തി തങ്ങളുണ്ട്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഔലിയാക്കളെ നേതാവ് കിടക്കുന്നുണ്ട്. ആര്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ മുൻവശത്ത് മറ്റൊരു ഖബറുണ്ട്, നേരെ മുൻഭാഗത്ത്. അത് ആരുടേതാ? അത് ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിൻ്റെതാ. ആരാ ഇബ്നുൽ ഹുമാം തങ്ങള്? ഷാഫിഈ മദ്ഹബിൽ ഇമാം നവവി തങ്ങൾക്കുള്ള സീറ്റ് എത്രയാണോ അത്ര ബഹുമാനമാണ് ഹനഫി മദ്ഹബിൽ ഇബ്നുൽ ഹുമാം തങ്ങൾ. അത്ര വലിയ മഹാനാ, വലിയ പണ്ഡിതനുമാണ്. ഇബ്നുൽ ഹുമാം തങ്ങൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ സിയാറത്തിന് വേണ്ടി ചെന്നു. ആരാ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങള്? അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ 3 പ്രഗൽഭരായ ശിഷ്യന്മാരുണ്ട്. ഒന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു, ഒന്ന് യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇബ്നുൽ ഹുമാം തങ്ങൾ. വലിയ ആളുകളെ അടുത്ത് വന്നാൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം വേറെ തന്നെയാണ്. ഇന്നലെ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹ് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഉസ്താദിന് വല്ലാത്ത ക്ഷീണമുണ്ട്. വയസ്സ് 80 ആയില്ലേ. എല്ലാവരും ദുആ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇപ്പോഴും ഓടി അങ്ങനെ നടക്കുകയാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പടച്ചവനെ, AP ഉസ്താദിന് തീരെ ക്ഷീണം. അപ്പൊ അലിക്കുഞ്ഞു ഉസ്താദിന്റെ വാക്ക് മാനിച്ച് പൊയ്യത്ത് വയലിൽ വരണം. വേറെ എവിടേക്കോ അവിടെയും പോണം. ട്രെയിൻ ഇറങ്ങിയപ്പോഴേക്കും ഉസ്താദ് വല്ലാതെ ക്ഷീണിച്ചു. വല്ലാതെ ക്ഷീണിച്ചപ്പോൾ ഏതായാലും അലിക്കുഞ്ഞു ഉസ്താദിൻ്റെ അടുത്ത് പോവുക. അതാ വലിയവരും തമ്മിലുള്ള ഒരു ബന്ധമാണല്ലോ. അലിക്കുഞ്ഞു ഉസ്താദിൻ്റെ അടുത്ത് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ദ്വാർന്ന് ഇങ്ങോട്ട് ദ്വാർന്ന്, അങ്ങോട്ട് മന്ദിരിച്ച് ഇങ്ങോട്ട് മന്ദിരിച്ച്. അല്ലാഹ്, അവർ രണ്ടാളും തമ്മിൽ ഇരിക്കുന്നത് കണ്ട ഉസ്താദ് ആരാ ശിഷ്യൻ ആരാന്ന് നമുക്കറിയില്ല. അങ്ങനെയാ രണ്ടാളും ഇരിക്കുന്നത്. രണ്ടാളെയും തമ്മിൽ അറിയാത്ത ഒരാൾ വന്നാൽ ഇതിൽ ആരാ ശിഷ്യന് ആരാ ഉസ്താദ്? കണ്ട 2 ഉസ്താദ് അല്ലെങ്കിൽ 2 ശിഷ്യൻ. രണ്ടാളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചിട്ടും ആദരിച്ചിട്ടും നിൽക്കുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. കോഴിക്കോട്ടുള്ള മീറ്റിങ്ങിന് വന്നാൽ നമ്മൾ കാണാറുണ്ട്. അല്ലാഹു രണ്ടാൾക്കും ആഫിയത്ത് കൊടുക്കട്ടെ. രണ്ടാളും കൂടി ഇരുന്ന് ദുആ ചെയ്ത്. അപ്പോൾ അരിക്കുഞ്ഞു ഉസ്താദിൻ്റെ ക്ഷീണമൊക്കെ കണ്ടപ്പോൾ പിന്നെ ഉസ്താദ് വല്ലാതെ പിന്നെയും ക്ഷീണിച്ചു. ആ ക്ഷീണം വർദ്ധിച്ചത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് ഇന്നലെ ഉസ്താദ് വരാതിരുന്നത്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടി ഇതിലെങ്ങാണ്ടും യാത്ര ചെയ്യുന്നൊരവസരം ഉണ്ടായോ എന്നാൽ നിങ്ങളെ ഉറൂസ് തീരുന്നതിനിടയ്ക്ക് ഉസ്താദ് പിന്നെയും വന്നേക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ചില സംഗതിയുണ്ട്, അതിലൊക്കെ ഹൈറുണ്ടാവും.
പിന്നെ ഉസ്താദ് ഇന്നലെ ടെലിഫോണിൽ പറഞ്ഞോ സക്കാഫി? പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഉസ്താദിന് നസീഹത്ത് നമുക്ക് കിട്ടിയാലോ. അതെ. അപ്പൊ വലിയ ആളുകൾ വലിയ ആളെടുത്ത് വരും. നമ്മളിപ്പം ബീവി ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ വന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫാത്തിഹ ഓതി, കുല്ലു അല്ലാഹു വൽ ഓതി, അല്ലേ? വലിയ ആളുകൾ വരികയാണിച്ചാലോ അതാ നമ്മളിങ്ങനെ കാണിക്കും, ഒന്നും ഇങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഞാൻ നമ്മളെ സക്കാഫിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഉറുപ്പ്യ കൊടുത്തേക്കണേ അയാളെടുത്ത് എന്നാണ്. അതെത്രയാ? ഒരു നോട്ട അല്ല, എത്രയാ? അത് 1 രൂപ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1000 രൂപ വേണമെന്നാണ്, അല്ലേ? അല്ലാഹു റബ്ബി, വലിയൊരു മുതലാളി മറ്റേ മുതലാളിനോട് പറഞ്ഞാൽ ഒരു നോട്ടുകളും കൊടുത്തേക്കണം, ഇവിടെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എത്രയാ? അത് 1 ലക്ഷമാണ്. യൂസുഫ് അലി സാഹിബിനോട് എ പി ഉസ്താദ് പറയാണ്, 1 ഉറുപ്പ്യ അർജന്റായിട്ട് വേണമെന്നാണ്. അത് എത്രയാ? മർക്കസിൽ 23,000 കുട്ടികളെ പോറ്റാണ് എ പി ഉസ്താദ്, അല്ലേ? അങ്ങനത്തെ എ പി ഉസ്താദ് ലുലുവിൻ്റെ മുതലാളി യൂസുഫ് അലി സാഹിബിനെ വിളിച്ചിട്ട് പറയാണ്, യൂസുഫ് അലി സാഹിബ് ഇപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, 1 ഉറുപ്പ്യ ഇങ്ങോട്ട് കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രയാ? 100. അത് 1 കോടിയാണ്. അപ്പം വലിയ ആളെടുത്ത് കൊന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അല്ലാഹു റബ്ബി. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ വലിയ മഹാനാ. മൂപ്പരുടെ അടുത്ത് വന്ന ആളാരാ? ഇബ്നുൽ ഹുമാമ തങ്ങളാ. അപ്പം മൂപ്പർ എന്താ ചെയ്യണത്? അവിടുന്ന് ഒരു കുല്ലു അല്ലാഹു ഓതി പോകല്ല, പിന്നെ വലിയവർ അവിടെ വന്നാൽ ഒരു ഖതം ആണ് ഓതുകയാണ് പതിവ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അവിടുത്തെ ഹദറത്തിൽ ഇരുന്നു. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ മക്കാമിൽ അവിടെ ഇരുന്നിട്ട് ഓതാൻ തുടങ്ങി. ഓതി 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 സൂറത്ത് ഹൂദ് സൂറത്ത് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഹൂദ് സൂറത്ത്, പടച്ചവനെ ഹൂദ് സൂറത്ത് എന്റെ തലമുടി നിരപ്പിച്ചു കളഞ്ഞു. അത്ര ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച വരുന്ന സൂറത്താണ് സൂറത്ത് ഹൂദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹൂദ് സൂറത്ത് ഇങ്ങനെ ഓതിച്ച് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ വമിൻഹും ശഖിയ്യുൻ വസഈദ്, നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് നരകത്തിലേക്ക് പോകുന്ന പാപികളുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന വിജയികളും ഉണ്ട്. ഈ അർത്ഥം വരുന്ന, ഈ ആശയം വരുന്ന ആയത്ത് ഇബ്നുൽ ഹുമാമ തങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ മക്കാമിൽ വെച്ച് ഓതുകയാണ്. അതങ്ങ് ഓതിയപ്പോൾ ഇബ്നുൽ ഹുമാമ തങ്ങൾക്ക് ആ മക്കാമിൽ നിന്ന്, ആ മക്ബറയിൽ നിന്ന് ഒരു അശരീരി ശബ്ദം ഇങ്ങോട്ട് കേട്ടു. എന്താണ് കേൾക്കുന്നത്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ വിളിക്കുകയാണ്, ഇബ്നുൽ ഹുമാം, ഓ ഇബ്നുൽ ഹുമാം തങ്ങളെ, ലൈസ ഇൻദനാ ശഖീ, നമ്മളെടുത്ത് വന്നവരൊന്നും പരാജയപ്പെട്ടു പോകൂല, നമ്മളെടുത്ത് വന്നവരൊന്നും നരകത്ത് പോകൂല. ഇബ്നുൽ ഹുമാം ലൈസ ഇൻദനാ ശഖീ, ഇബ്നുൽ ഹുമാമേ, നമ്മളെടുത്ത് വന്നവരാരും പരാജയപ്പെടൂല. അതങ്ങ് കേട്ടപ്പോൾ ഇബ്നുൽ ഹുമാമ തങ്ങൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ നിങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ തൊട്ടടുത്ത് മറവ് ചെയ്യണം കേട്ടോ. അതാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളടുത്തേക്കാണ് കടക്കുമ്പോൾ ഇബ്നുൽ ഹുമാമ തങ്ങൾക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ടല്ലാതെ അങ്ങോട്ട് കടക്കാൻ പറ്റൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരോടൊപ്പം നിന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണം അവർക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ എത്രയോ പേർക്ക് അനുഭവത്തിലുള്ള ഇവിടെ വിശ്രമിക്കുന്ന ബീവി ഉമ്മ, ആ ബീവി ഉമ്മ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദിന് എത്ര പ്രാവശ്യം സ്വപ്നത്തിൽ കാണിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഈ നാട്ടിൽ പഴമക്കാരായിരിക്കുന്ന എത്ര ആളുകൾക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്. മക്കാമിൽ വിശ്രമിക്കുന്ന മഹദികളും മഹാന്മാരുമായ ആളുകളുണ്ടല്ലോ, അല്ലാഹു തആല അവർക്ക് മുഅ്ജിസത്ത് കൊടുക്കും, കറാമത്ത് കൊടുക്കും. അത് എത്രയാണ് പറയാനുള്ളത്? ഇപ്പൊ ഇവിടെ നമുക്കറിയാമല്ലോ, ഈ മാസം ഏതാണ്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹിജ്റ 512 ജനിച്ച, ഹിജ്റ 578 വഫാത്തായ, 66 വയസ്സ് ജീവിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി
ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നാം ഇപ്പോഴും റിഫായി ശൈഖ് തങ്ങളെ എന്നങ്ങോട്ട് വിളിച്ചാൽ നമ്മുടെ വിളി കേൾക്കാൻ അവർക്ക് സാധിക്കും. അവരിങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു കേൾക്കും. അതല്ലേ റിഫായി ശൈഖ് തങ്ങളെ കറാമത്തിൽ കാണാലോ. 2 ചെവിയും കേൾക്കാത്ത ആള്, നാവ് കൊണ്ട് സംസാരിക്കാനും കഴിയാത്ത ആള്, അങ്ങനത്തെ ഒരു പൊട്ടനായ ആള് റിഫായി ശൈഖ് തങ്ങൾ അടുക്കൽ. അപ്പൊ റിഫായി ശൈഖ് തങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ വഅലൈക്കും അസ്സലാം, നിങ്ങളെ പേരെന്താ? അയാളെ പേര് പറഞ്ഞു. അല്ലാഹ്. റിഫായി ശൈഖ് തങ്ങൾ ചോദിക്കുന്നതിന് അയാൾ മറുപടി പറയുന്നു. റിഫായി ശൈഖ് തങ്ങൾ സംസാരിച്ചാൽ അയാൾ കേൾക്കുന്നു. അയാളെ കേൾവിക്കുറവിയും പോയി, അയാളെ സംസാരശേഷി രണ്ടും സുഖമായിട്ട് നടക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആള് വേറെ ആള് പറഞ്ഞാൽ അയാൾ കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല. റിഫായി ശൈഖ് തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത കറാമത്ത് അത് മാത്രമല്ല, പിന്നെയോ ഇപ്പൊ പൊയ്യത്ത് വയലിൽ ഞാനാ വേദം പറയുന്നത്, സ്പീക്കറെല്ലാം കൂടി വെച്ചിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? ഇതിനൊരു ദൂരപരിധിയുണ്ട്. റിഫായി ശൈഖ് തങ്ങളാണ് ഇവിടെ വേദം പറയുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഉറുദി പറഞ്ഞാൽ മതി, ലോകത്ത് മുഴുവനും അത് കേൾക്കും. മൂപ്പര് മനസ്സിൽ വിചാരിച്ചോ എന്നാൽ ലോകത്ത് മുഴുവനും കേൾപ്പിക്കാൻ കഴിയും. അതല്ലേ റിഫായിമാരെ ഓർമ്മപ്പെടുത്തിയത്, അള്ളാടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. കണ്ട നിങ്ങൾ, അള്ളാടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള ദീനിയായ ഉപദേശം ബഹുമാനപ്പെട്ടവർ ഉറുദി പറയുകയാണെങ്കിൽ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. ആലം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും, എവിടെ വേണമെങ്കിലും കേൾക്കണമെന്ന് വിചാരിച്ചാൽ കേൾക്കും. അപ്പൊ എങ്ങനെ അത് സാധിക്കുന്നത്? അത് അവർക്ക് കറാമത്താണ്. എങ്ങനെ കറാമത്ത്? അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കിട്ടിയിട്ടുണ്ട്, അത് ഔലിയാക്കൾക്ക് കറാമത്ത് കിട്ടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കുക, അതിന്റെ തൊട്ടടുത്ത വരി നോക്കിയാൽ മതി. അതെങ്ങനെ? ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ എല്ലാ സ്ഥലത്തും കേൾക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിന്റെ പണി പൂർത്തിയാക്കി. അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം നബിയെ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, എല്ലാവരെയും ഹജ്ജിന് വിളിച്ചോളിയുന്നു. ജബൽ അബീ ഖുബൈസിന് മുകളിൽ ഇബ്രാഹിം നബി കയറി നിന്നു. 4 ഭാഗത്തേക്കും തിരിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, നിങ്ങൾക്കൊക്കെ അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. പൊയ്യത്ത് വയലിൽ കേട്ടോ കേട്ടില്ലേ? ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിലും വാപ്പയുടെ മുതുകിലും ലോകത്തെ മുഴുവനും നിലനിൽക്കുന്ന മുഴുവൻ ഊഹകളും കേട്ടില്ലേ? എങ്ങനെ കേട്ടത്? ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചു, എല്ലാ സ്ഥലത്തേക്കും കേട്ടു. അത് ഇബ്രാഹിം നബിക്ക് മുഅ്ജിസത്താ. അതാണ് മാല പറഞ്ഞത്, ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടോ. എന്നാൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവനും കേൾക്കും. അത് അള്ളാഹ് കൊടുത്ത മുഅ്ജിസത്താണ്, ഇത് അള്ളാഹു കൊടുത്ത കറാമത്താണ്. ഇനി ഒന്ന് പാടി നോക്കി രണ്ടും. അള്ളാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. എങ്ങനെ? ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു 25 ഹദീസും 10 ആയത്തും വെച്ചുകൊണ്ട് പറയേണ്ട ഒരു വിഷയം ആലിമീങ്ങൾ മാലയിൽ കോർത്തിണക്കിയിട്ട് ഒരു ക്യാപ്സൂൾ, ഒരു ഗുളികയാക്കിയിട്ട് നമുക്ക് തരികയാണ്. അതാണ് മാല. ഔലിയാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഔലിയാക്കളോട് അടുത്ത് ബന്ധപ്പെടണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഔലിയാക്കളെ ആര് നോക്കിയാലും ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഔലിയാക്കൾ ചെയ്തു വെച്ചത് ചെയ്യുക, അവർ നമുക്ക് പൂർത്തീകരിക്കാൻ പ്ലാൻ ചെയ്തു വെച്ചത് നമ്മൾ അതിലേക്ക് കടക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട ബീവി ഉമ്മയുടെ ചാരത്ത് പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളോട് അടുത്തുകൊണ്ട് അവർ മുഖേന, അമ്പിയാക്കൾ മുഖേന നമ്മുടെ ദുആ, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോ ഞാൻ തരാം. വേറൊരായത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ദുആ എന്നിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ?
അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല, വലിയ തെറ്റാണ്. അവിടെ ദ്വാർന്ന് ഇവിടെ ദ്വാർന്ന് മറ്റോടത്ത് ദ്വാർന്ന് ദ്വന്നെ അങ്ങനെ അതിനെ നിസ്സാരപ്പെടുത്തണ്ട. എത്ര ദ്വാർന്നാലും മതിയാവൂല. കഅബത്തിങ്ങക്കാണ് കടക്കുമ്പോൾ ദുആക്ക് ഉത്തരം. കഅബത്തിന്റെ വാതിൽ കഅബത്തിന്റെ ബിൽഡിംഗ് കാണുമ്പോൾ ഇതാ ആയനിൽ ഹാജ് ബുയൂത മക്ക, കഅബത്തിങ്ങക്കത്തിന് മുമ്പ് മക്കത്തെ ബിൽഡിങ്ങുകൾ കാണാൻ തുടങ്ങിയാൽ അല്ലാഹുമ്മ ജഅല്ലി ഖറാറ വറുസുഖനി ഫീഹാ റിസ്ഖൻ ഹലാലാ, കഅബത്തിന്റെ പരിസരത്തെ ബിൽഡിംഗ് കണ്ടാൽ തന്നെ ദ്വാർക്കൽ തുടങ്ങണം. കഅബം കണ്ടുകൂടുമ്പോൾ ദുആ, പിന്നെ ഹജറുൽ അസ്വദ് ദുആ, മുൽതസമിൽ ദുആ, ഇബ്രാഹിം മഖാമിൽ ദുആ, അല്ലാഹ് മതാഫിൽ ദുആ, പിന്നെ ഹിജ്ർ ഇസ്മായിൽ ദുആ, റുക്നുൽ യമാനിൽ ദുആ, സഫയിൽ ദുആ, മർവയിൽ ദുആ, മുടി കളയുന്നിടത്ത് ദുആ, എല്ലാ സ്ഥലത്തും ദുആ. ഒരു ദുആ കൊണ്ട് മതിയാക്കണം എന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെ ദുആ ഇല്ലെങ്കിൽ നിങ്ങളെ ഒന്നും അല്ലാഹു തആല പരിഗണിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നിങ്ങൾക്ക് വായു തരുന്നത്, നിങ്ങൾക്ക് വെള്ളം തരുന്നത്, നിങ്ങൾക്ക് ഭൂമി തന്നത്, നിങ്ങൾക്ക് ആകാശം നൽകിയത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ കേൾവി, നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് ജീവിക്കേണ്ട എല്ലാം നിങ്ങൾക്കല്ല പൊരുത്തപ്പെട്ട് തരണോ? പുൽ നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോളി, മാ യഅബഉ ബിക്കും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉക്കും, നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ, ഭൂമിയിൽ നിന്ന് അല്ലാഹുവിലേക്ക് ദുആ ഉയരുന്നില്ലേ, എല്ലാം നിന്നുപോകും, എല്ലാ സംഗതിയും നിന്നുപോകും. നമ്മളെ പരിഗണിക്കൂല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, അല്ലാഹു നിങ്ങളെ നോക്കണത്, അല്ലാഹ് മഴ തരുന്നത്, അല്ലാഹു തആല വായു നിലനിർത്തുന്നത്, അല്ലാഹു തആല വെള്ളം നിലനിർത്തുന്നത്, ഓരോന്നും ഇവിടെ നിന്ന് ദുആ ഇങ്ങനെ അല്ലാഹുവിലേക്ക് പോകുന്നുണ്ട്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസബിയത്തും മിനൽ യതമാ റുല്ലഉ, ചെറിയ കുട്ടിയുടെ കരച്ചിൽ ദുആയാണ്. ചെറിയ കുട്ടിയുടെ കരച്ചിൽ എന്താണ്? ദുആയാണ്. ദ്വാർക്കണത് എന്തിനാ? നമ്മളെ കാര്യം പൂർത്തിയാകാനല്ലേ, അല്ലേ? ദ്വാർക്കണത് എന്തിനാ? നമ്മുടെ കാര്യം പൂർത്തിയാകാനാ ദ്വാർക്കണത്. കുട്ടി കരഞ്ഞാൽ ഉമ്മ മുലപ്പാൽ കൊടുക്കൂലേ? ദ്വാർന്നു, കാര്യം നേടി. കുട്ടി കരഞ്ഞാൽ മൂത്രമൊഴിച്ച് കിടക്കുകയാണ് കുട്ടി കരഞ്ഞാൽ വിരിപ്പ് മാറ്റി നല്ല വിരിപ്പ് കിട്ടൂലേ? കിട്ടും. ദ്വാർന്നു, ഉത്തരം കിട്ടി. കുട്ടി കരഞ്ഞാൽ ആ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ ഉമ്മ കരുതുന്നത് വല്ലാത്തൊരു കരച്ചിൽ, വയറ്റിൽ വേദനയാണെന്നാ തോന്നുന്നത്. മരുന്ന് കിട്ടൂലേ? ഒരു കൊച്ചു കുട്ടി അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? കരഞ്ഞിട്ടാണ്. കുഞ്ഞ് കരയാൻ തുടങ്ങി, കാലിട്ടടിച്ച് കരഞ്ഞു, കുട്ടി കൈയിട്ടടിച്ചിട്ട് കരഞ്ഞു, കുട്ടിയുടെ കയ്യിൽ നിന്ന് കണ്ണുനീര് വന്നു, കുട്ടിക്ക് പാല് കിട്ടുന്നത് കരഞ്ഞിട്ടാണ്, കുട്ടിക്ക് മരുന്ന് കിട്ടുന്നത് കരഞ്ഞിട്ടാണ്, കുട്ടിക്ക് നല്ല ഉറക്കം കിട്ടുന്നത് കരഞ്ഞതുകൊണ്ടാണ്, കുട്ടിക്ക് വിരിപ്പ് മാറി കിട്ടിയത് കരഞ്ഞതുകൊണ്ടാണ്. അപ്പൊ കണ്ട നിങ്ങൾ, ആ ചെറിയ കുട്ടി അതിൻ്റെ കാര്യം നേടുന്നത് കരഞ്ഞിട്ടാണെങ്കിൽ അല്ലാഹു അല്ലാഹ്, ഉടമസ്ഥനായ അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളാണ്. നാം കരഞ്ഞാൽ നമുക്കും കിട്ടും, നമ്മൾ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് പഴമക്കാർ പറയാറുണ്ട്. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. ആരാ കുട്ടി? നിങ്ങൾ കുട്ടിയാണ്, ഞാനും കുട്ടിയാണ്, മറ്റെല്ലാം ശരിയാണ്. കൂറ്റമ്പാറുസ്ത എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളെ ഈ മൂന്നാരാൾക്ക് വേദ പറയാൻ വേണ്ടി വരുന്നതല്ല, അവിക്കുഞ്ഞുസ്താനെ ഉദ്ദേശിച്ചിട്ട് വേദ പറയാൻ വന്ന. ഞാൻ നിങ്ങളോട് കിബിർ പറഞ്ഞതല്ല. അങ്ങനെ ഓരോരാളും ആരാ? ഇയാൾ വലിയ മുദരിസാണ്, മറ്റേ ആളാരാ? അയാൾ വലിയ മുദരിസ, അയാളാരാ? വലിയ കച്ചവടക്കാരനാണ്, മറ്റേ ആൾ എല്ലാം ഭയങ്കര ആളെന്നെ. ഇപ്പോൾ ആരും ഇതിൽ ചെറുതില്ല, എല്ലാം വലിയ ആളെന്നല്ല. അള്ളാഹു ഇനിയും വലുതാക്കട്ടെ. ആരും കുറവുള്ള ആളല്ല. നമ്മളെ ഉമ്മമാരെത്ര ഇരിക്കുന്നു, എല്ലാവരും വലിയ ആളെന്നെ. അള്ളാഹു തആല ഇനിയും റഹ്മത്ത് ചെയ്യട്ടെ. പക്ഷേ അള്ളാഹു ആകുന്ന കഴിവിന് മുമ്പിൽ നമ്മൾ ആരാണ്? കൊച്ചു കുട്ടികളാണ്. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ. നമ്മളാകുന്ന കുട്ടികൾ അള്ളാഹിനോട് കരയണം. ആ കരച്ചിൽ നടക്കുന്നുണ്ടോ? അള്ളാഹു നമ്മളെ പരിഗണിക്കും. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ദുആ ഉയരുന്നില്ലേ, അള്ളാഹു നിങ്ങളെ പരിഗണിക്കൂല, അള്ളാഹ് നിങ്ങളെ കണക്കിലെടുക്കൂല, അള്ളാഹിന്റെ അടുക്കൽ നിങ്ങൾ ആരുമല്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ദ്വാർക്കുന്നത് കൊണ്ട് അള്ളാഹ് പറഞ്ഞതാണല്ലോ, ഉദ്ഉനി അസ്തജിബ് ലക്കും വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദ്വാർന്നോ.
അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആർന്നു നദ്ഉക റബ്ബി തളർറുഅൻ വതദല്ലുല ബിഅസ്മാഇകൽ ഹുസ്ന ഇലൈക തവസ്സുല وبسيد المختار ثم ذوي العلا من أهل بدر المكرمين إلهنا عجل بفتح منك يا رحماننا. അസ്മാഉൽ ഹുസ്ന റാത്തീബ് ചൊല്ലിയിട്ട് ദ്വാരക്ക, ബദരീങ്ങളെ പിടിച്ചിട്ട് ദ്വാരക്ക. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ദുആ ദുആ എന്നത് ലോകത്ത് ഏതൊക്കെ വലിയ കഴിഞ്ഞിട്ടുണ്ടോ, ഏത് നബിമാർ കഴിഞ്ഞിട്ടുണ്ടോ, ഏത് മഹത്തുക്കൾ കഴിഞ്ഞിട്ടുണ്ടോ, ദുആ ചെയ്തുകൊണ്ട് കണ്ണീരൊഴുക്കി കാര്യം നേടാത്ത ഒരാളെ ചരിത്രവും കാണൂല. 25 അമ്പിയാക്കളെ ചരിത്രമല്ലേ ഖുർആനിൽ പറഞ്ഞത്? യൂസുഫ് നബിയുടെ ദുആ, മറിയം ബീവിയുടെ ദുആ, ആസിയ ബീവിയുടെ ദുആ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ. അല്ലാഹ്, ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അജബൽ ലിദുആഇ അഖീ യൂനുസ, എന്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ വല്ലാത്ത അത്ഭുതം തന്നെ, വല്ലാത്ത അത്ഭുതം തന്നെ. എന്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ വല്ലാത്ത അത്ഭുതം തന്നെ. എന്താണ് ആ ദുആഇന്റെ പ്രത്യേകത? അവ്വലുഹു തഹ്ലീലുൻ വഔസതുഹു തസ്ബീഹുൻ വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബി സ്വദഖ റസൂലുള്ളാഹി. യൂനുസ് നബി അലൈഹിസ്സലാം കടലിൽ അകപ്പെട്ടു. ആ കടലിന്റെ ആഴക്കടലിലെത്തി. അവിടെ നിന്ന് ഇരുട്ട് കടലിലെത്തി. അല്ലാഹ്, ആ ഇരുട്ട് കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി. ഇനി എന്താണ് പ്രയാസപ്പെടാൻ ബാക്കിയുള്ളത്? ആ ഇരുട്ട് കടലിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അങ്ങ് കുടുങ്ങിയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ഒരൊറ്റ ദുആയാണ്. അത് വല്ലാത്ത അത്ഭുതമുള്ള ദുആയല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ. ചില ദുആക്ക് അങ്ങനെ ഉണ്ട്, പെട്ടെന്ന് ഉത്തരം കിട്ടണം അല്ലേ? ചില വിളി എന്ത് ചെയ്യും? പെട്ടെന്ന്. നമ്മളൊരു വീഴാൻ പോകുന്ന സമയത്ത് അല്ലേ, നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് എന്നെ പിടിക്കണേ എന്ന് പറഞ്ഞാൽ അപ്പൊ ഓടി പിടിച്ചോളണം അല്ലേ? അതാ യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി. ഇരുട്ട് കടലിൽ, ആഴക്കടലിലാണ്. പടച്ചവനെ, എത്ര വലിയ കപ്പലാ! ആ കപ്പലാണ് മുങ്ങിപ്പോയാൽ ആ കപ്പലിനെ പറ്റി പിന്നെ ഒരു വിവരമല്ല. എവിടെ പോയി? അത്ര വലിയ സാധനം എവിടെ പോയി? അല്ലാ, അമേരിക്കയുടെ മേശപ്പുറത്ത് ലോകത്തെ എവിടെ ഒരു സൂചി വീണാലും അത് കാണാൻ അവിടെ സൗകര്യമുണ്ട് എന്നൊക്കെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചത്. എന്നിട്ടോ മലേഷ്യയുടെ ഒരു വിമാനം, എത്ര ആളായില്? ഉദ്യോഗസ്ഥന്മാരും യാത്രക്കാരും അടക്കം 354. അത്രയും ആളുകൾ യാത്ര ചെയ്ത ഒരു വിമാനം കാണാനില്ല. എവിടെ പോയി? എവിടെ പോയി? അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും റഷ്യക്കാരനും ചൈനക്കാരനും ഇന്ത്യക്കാരനും ശാസ്ത്രജ്ഞനും ISROവും അല്ലാത്തവരും എല്ലാവരോടും ചോദിച്ചു എവിടെ പോയി. ആവോ, നമ്മളെ പരിയിലുണ്ട് വയസ്സായ ഉമ്മ, 80 വയസ്സായി. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ വിമാനം എവിടെ പോയി? ആവോ. ഉമ്മാക്കും ഒരു വിവരം തന്നെ, ശാസ്ത്രജ്ഞനും ഒരു വിവരം. എവിടെ പോയി? ഒരു സൂചി വീണാൽ കാണുന്ന സംവിധാനം ട്രംപിന്റെ മേശപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ? ഒരു 350 ആള് കയറിയ യാത്രയ്ക്ക് ചെയ്യുന്ന ആ വിമാനം കടലിലാണ് പോയിട്ട് ഒരു അടയാളം പോലുമില്ല. എന്താ കടലിന്റെ ആഴക്കടൽ എന്ന് ചോദിച്ചാൽ? ഒരു കപ്പലാണ് മുങ്ങിയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എവിടെ പോയി കാണാൻ തന്നില്ല. അത്ര ആഴക്കടലാണ്. ആ ആഴക്കടലിന്റെ ഇരുട്ട് കടലിൽ കുടുങ്ങിയിരിക്കുന്ന യൂനുസ് നബി അലൈഹി സ്വലാം അല്ലാഹു തആല വിളിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്നെ കാണാനും എന്നെ കേൾക്കാനും എന്നെ കൈപിടിക്കാനും എന്നെ രക്ഷപ്പെടുത്താനും ഈ ആഴക്കടലിലേക്ക്, ഈ ഇരുട്ട് കടലിലേക്ക്, ഈ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് എന്നെ കാണാൻ സാധിക്കുന്ന മറ്റൊരു ശക്തിയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല, നീയല്ലാതെ രക്ഷകനില്ല, നീയല്ലാതെ ഉടമസ്ഥനില്ല.
അവ്വലുഹു തഹ്ലീലുൻ, അതിൻ്റെ ആദ്യത്തിൽ തഹ്ലീലാണ്. വഔസതുഹു തസ്ബീഹുൻ സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. നിന്നോടല്ലാതെ, നീ കണ്ടാലല്ലാതെ, നീ കൈപിടിച്ചാലല്ലാതെ പടച്ചോനെ എൻ്റെ അടുക്കൽ അബദ്ധം പറ്റിപ്പോയി. ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഇഖ്റാറും ബിദ്ദംബ്. ആ അബദ്ധം പറ്റിയതിനെ അള്ളാഹുവിനോട് ഏറ്റു പറയുക, അതാണ് മനുഷ്യന് വേണ്ടത്. എന്തെങ്കിലും ഒരു പാകപ്പിഴവോ ഒരു അബദ്ധമോ പറ്റിയാൽ അബദ്ധം നന്നാക്കണ ഏർപ്പാട് ചെയ്യലല്ല, തെറ്റ് സമ്മതിച്ച് തൗബ ചെയ്യാം, തെറ്റ് സമ്മതിച്ച് അതിൽ നിന്ന് മടങ്ങാം. തെറ്റ് സമ്മതിച്ച് മടങ്ങാതിരിക്കുന്ന പതിവാരത അത് ഇബ്ലീസുല്ലായീൻ. ഇബ്ലീസ് ആദം നബിക്ക് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ചെയ്യാത്തതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇബ്ലീസ്. നീ എന്തോടോ സുജൂദ് ചെയ്യാതിരുന്നത്? അത് പടച്ചോനെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി, ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അതൊന്നും ഇബ്ലീസ് പറഞ്ഞത്. ഞാൻ സുജൂദ് ചെയ്യേ, ഞാൻ സുജൂദ് ചെയ്തത് വ്യക്തമായ കാരണങ്ങളെ കൊണ്ടാണ്. അവിടെ ഇബ്ലീസ് തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്, തെറ്റിന് ന്യായം കണ്ടെത്തുകയാണ് ചെയ്തത്. അതന്നെയാണ് ഈ വഹാബിസത്തിൻ്റെ പണി. മസ്അല ആദ്യം പറഞ്ഞു വെക്കുക, എന്നിട്ട് പിന്നെ അയ്ക്ക് പറ്റിയ ഹദീസ് ഉണ്ടോ നോക്കുക. ഹദീസും ആയത്തും നോക്കിയിട്ട് മസ്അല കണ്ടെത്തലല്ല, പിന്നെ ഒരു വിധി ഓരോ വക ആദ്യമായിട്ടാണ് പറഞ്ഞു വെച്ച്. എന്നിട്ടോ ആ വിധിക്കനുസരിച്ച് പിന്നെ ആയത്തിനെ ഉണ്ടാക്കുക. അപ്പൊ പിന്നെ ആയത്തിന് എന്ത് വേണം? അതിന് ദുർവ്യാഖ്യാനം ചെയ്യണം. ഹദീസിന് എന്താക്കണം? ഇവർക്ക് പറ്റാത്ത ഹദീസ് സ്വീകരിക്കൂല. കാരണം എന്താ? ഹദീസ് നോക്കിയിട്ട് വിധി പറഞ്ഞതല്ല, മഹാന്മാർ നോക്കിയിട്ട് പറഞ്ഞ തീരുമാനം പേര് ആദ്യം എടുത്തു കഴിഞ്ഞു. പിന്നെ ആ തീരുമാനത്തിനനുസരിച്ച് ഏതുണ്ടാക്കുക? ആയത്തുണ്ടാക്കുക, ഹദീസ് ഉണ്ടാക്കുക. അതാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബ്ലീസ് അതാ ഇബ്ലീസ് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പടച്ചോനെ, ആദമിന് സുജൂദ് ചെയ്യാൻ എനിക്ക് പറ്റൂല, ഖലഖതനീ മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. ആദം നബി മണ്ണിനാൽ പടക്കപ്പെട്ടതാണ്, എന്നെ പടക്കപ്പെട്ടത് തീയിനാലല്ലേ? ന്യായീകരണം പറയാണ് ചെയ്തത്. അതല്ല മനുഷ്യർക്ക് വേണ്ടത്. ആദം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? പടച്ചവനെ എൻ്റെ അടുക്കൽ അബദ്ധം പറ്റിപ്പോയി, നന്നാക്കി തരണേ, അതാണ് വേണ്ടത്. യൂനുസ് നബി അലൈഹിസ്സലാം ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പടച്ചവനെ അബദ്ധം പറ്റിപ്പോയി, വീഴ്ച സംഭവിച്ചു പോയി, അല്ലാ നീ കാണുന്നില്ലേ? ഒരൊറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അതങ്ങ് ചൊല്ലിയപ്പോൾ ആ ദിക്റാണ് ചൊല്ലി, ആ ദുആണ് ചെയ്തു. അപ്പം ആ അടിയിൽ ഇങ്ങനെ പറ്റിക്കിടക്കുന്ന മത്സ്യം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലി. രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ ഒന്നുകൂടി ഇങ്ങോട്ട് വന്ന് ആ ഇരുട്ട് കടൽ കഴിഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലി, അത് അങ്ങോട്ട് കുറച്ചുകൂടി മുകളിലേക്ക് വന്നു. നാലാമത്തെ പ്രാവശ്യം ചൊല്ലി, അത് വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അഞ്ചാമത്തെ പ്രാവശ്യം ചൊല്ലി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മത്സ്യത്തിന്റെ സ്പീഡ് കൂടി. ആറാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോഴേക്കും കരയിങ്ങനെ കാണാൻ തുടങ്ങി. മത്സ്യത്തിന്റെ വയറ്റിൽ തലയിങ്ങനെ പുറത്താക്കി യൂനുസ് നബി കരയിങ്ങനെ കാണാൻ തുടങ്ങി. ഏഴാമത്തെ പ്രാവശ്യം അങ്ങ് ചൊല്ലിയപ്പോൾ കരയുടെ അടുത്തങ്ങോട്ട് എത്തി. ആ മത്സ്യം യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഒരൊറ്റ തുപ്പൻ. യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ കരയിൽ വന്നു വീണു. മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, നമുക്ക് താങ്ങാനാവാത്ത പ്രതിസന്ധി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കുടുങ്ങാതിരിക്കാൻ സുബഹി നിസ്കരിച്ചുകൊണ്ട് 7 പ്രാവശ്യം, മഗ്രിബ് നിസ്കരിച്ചുകൊണ്ട് 7 പ്രാവശ്യം, അതായത് രാത്രിയുടെ തുടക്കം പകലിന്റെ തുടക്കം, രാത്രിയുടെ തുടക്കം മഗ്രിബ്, പകലിന്റെ തുടക്കം സുബഹി, സുബഹിക്ക് ശേഷവും അതുപോലെ തന്നെ മഗ്രിബിക്ക് ശേഷവും ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 7 പ്രാവശ്യം ചൊല്ലിക്കോ. വിഷമം അല്ലാഹു തരൂല. എന്തെങ്കിലും വിഷമത്തിൽ അകപ്പെട്ടാൽ തന്നെ അല്ലാഹു വേഗത്തിൽ രക്ഷപ്പെടുത്തും. ത്വഹ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അമ്പിയാക്കളുടെ ലോകത്ത്, ഔലിയാക്കളുടെ ലോകത്ത് അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. യൂനുസ് നബിയുടെ ദുആഇനെ പറ്റി അള്ളാഹു റസൂൽ പറഞ്ഞത് അജബല്ലി ദുആഇ അഖി യൂനുസ, എന്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ വല്ലാത്ത അത്ഭുതമുള്ള ദുആ തന്നെ. ചോദിച്ചപ്പോഴേക്ക് എന്റെ ഉമ്മപങ്ങന്മാരോട് സ്നേഹിതന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്,
നമ്മൾ നല്ല പോലെ ദുആ ചെയ്യണം. ദുആ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിഷയത്തിൻ്റെയും ആയുധമാണ്, എല്ലാറ്റിൻ്റെയും സുരക്ഷയാണ്, എല്ലാത്തിൻ്റെയും സംരക്ഷണമാണ്, എല്ലാറ്റിനും നമുക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന ഇബാദത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുമായി മുഅ്മിനീങ്ങളായ നമുക്ക് ബന്ധപ്പെടാൻ അല്ലാഹു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തല്ലേ ദുആ. അത് ഒറ്റക്ക് ദുആ ഇറക്കുക, കൂട്ടമായി ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുമ്പോൾ സദഖ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, ഖുർആൻ ഓതിക്കൊണ്ട് ദുആ ചെയ്യുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക, ഔലിയാക്കളെ വീക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യണം. ദുആ എന്ന് പറയുന്നത് അടിമയും ഉടമയും തമ്മിൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നതിന് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഇബാദത്താണ് ദുആ. ആ ദുആ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദുആ ചെയ്യാത്ത ഒരു ജീവിയും ഇല്ല. പക്ഷികൾ അതിൻ്റെ ഭാഷയിൽ ദുആ ചെയ്യുന്നു, മൃഗങ്ങൾ അതിൻ്റെ ഭാഷയിൽ ദുആ ചെയ്യുന്നു, സസ്യലതാദികൾ അതിൻ്റെ ഭാഷയിൽ ദുആ ചെയ്യുന്നു. ആരംഭ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ അല്ലാഹ് രണ്ട് ഖബർ കണ്ടല്ലോ. ആ രണ്ട് ഖബറിൻ്റെയും ആളുകൾ, ആ രണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ അല്പം വിഷമത്തിലാണ്, അല്പം പ്രയാസത്തിലാണ്. ആ സമയത്ത് അള്ളാഹു റസൂൽ എന്താ ചെയ്തത്? ഖബറിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ വലിയ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, പിന്നെയോ അവർ പരിഗണിക്കാതെ പോയതാണ് ചില തെറ്റുകൾ. അങ്ങനെ രണ്ടാളുകൾക്ക്, ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല, നമുക്കറിയുന്നതാണ്. രണ്ടാളുകൾ ഖബറിൽ വെച്ചുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ഉടനെ തന്നെ എന്ത് ചെയ്തു? പച്ചയായ ഇലകളുള്ള രണ്ട് മരത്തിൻ്റെ കൊമ്പ് അല്ലെങ്കിൽ രണ്ട് ചെടി, ആ രണ്ട് ചെടികൾ എടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ ഖബറിന്റെ മുകളിൽ രണ്ട് ചെടിയും അവിടെ വെച്ചു. അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്താണ് ആ ഖബറിലെ അവസ്ഥ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സ്വഹാബാക്കളോട്, ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ രണ്ടുപേരും കുറച്ച് വിഷമത്തിലാണ്. അതിന് നബിയെ, ആ വിഷമം പരിഹരിക്കാൻ ഈ ചെടി നട്ടിട്ട് എന്താ കാര്യം? ഈ ചെടി നട്ടിട്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ ചെടിയിലുള്ള ഓരോ ഇലകളും, ആ ചെടിയിലുള്ള ഓരോ പൂക്കളും ഓരോ ഇലകളും അത് വളർന്നിങ്ങനെ വലുതായിട്ട് ഇലകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഇലകളുടെ തസ്ബീഹ് ഖബറിലേക്ക് സമാധാനം കിട്ടും. മുഹമ്മദ് മുസ്തഫ. നമ്മളെ നാട്ടിലൊക്കെ മയ്യത്ത് മറ ചെയ്ത് മീസാൻ കല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി വെക്കുന്നുണ്ടോ? അല്ലേ അല്ലേ? എന്താ ആ ചെടി, ആ ഇലകൾക്കൊരു ദുആയുണ്ട്. അതിൻ്റെ ദുആ മയ്യത്തിന് ഉപകാരം കിട്ടും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖബറിന് മുകളിൽ വെച്ചിരിക്കുന്ന ഇലകളുടെ ദുആ മയ്യത്തിന് ഉപകാരം കിട്ടുമെങ്കിൽ മരിച്ച ആള് ജീവിതകാലത്ത് മുഴുവനും പോറ്റി വളർത്തിയ മോൻ ദ്വാർന്നാ കിട്ടൂലേ? മോൻ യാസീനോദിയാ കിട്ടൂലേ? മോൻ സദക്ക ചെയ്താ കിട്ടൂലേ? എന്താണ് സലഫികൾ പറയുന്നത്? എന്താണ് മുജാഹിദുകൾ പറയുന്നത്? എന്താണ് വഹാബികൾ പറയുന്നത്? ആര് ദുആ ചെയ്തിട്ടും കാര്യമില്ല. ഓരോരുത്തർ അധ്വാനിച്ചതേ അവർക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈമാൻ തെറ്റിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? ആ ഖബറിന് മുകളിൽ നട്ടിരിക്കുന്ന ഇലകൾ, അതിന്റെ ചെടികൾ, അതുവരെ ദ്വാർന്നാൽ മലായിക്കത്ത് പടച്ചോനെ ഖബറിലേക്ക് ഗുണം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, ഞാൻ ഇന്ന് അധികം സംസാരിക്കുന്നില്ല. നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് വളരെ അധികം വിഷമങ്ങളും മുസീബത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ കാലഘട്ടമാണ്. മഴയില്ലാതെ രാജ്യം കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാകാൻ പോകുന്നു എന്നാണ് വാർത്തകൾ. പഴയ കാലത്തൊക്കെ മഴയ്ക്ക് വേണ്ടി, മഴയെ തേടിയുള്ള വല്ലാത്ത ദുആ, നേർച്ചകളും അന്നദാനങ്ങളുമൊക്കെ കൊടുത്തുകൊണ്ട് എത്ര ദുആ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. കൂടിയ നാം അല്പം ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്.
ബഹുമാനപ്പെട്ട ബീവി ഉമ്മയുടെ മഖാമിൻ്റെ പരിസരത്താണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഈ ഒത്തുചേർന്ന നമ്മളെല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ മഹാന്മാരായ ആളുകൾ, ബഹുമാനപ്പെട്ട ഉള്ളാൾ മഖാമിൽ വിശ്രമിക്കുന്ന ഉള്ളാൾ തങ്ങൾ പാപ്പ, സയ്യിദ് മദനി തങ്ങൾ, മാലിക് ദീനാറിൽ വിശ്രമിക്കുന്ന മഹാനവറുകൾ, അല്ലാ അത് രണ്ടിൻ്റെയും മധ്യത്തിൽ മദ്ഹറിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, നമുക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അങ്ങനെ നമ്മെ വിട്ടുപിരിഞ്ഞ അടുത്ത ദിവസം നമ്മളോട് വിട്ടുപിരിഞ്ഞ യൂസുഫുൽ ബുഖാരി, എത്ര മഹാന്മാരുണ്ട്. ആ ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് തങ്ങൾ അടക്കം അവരെ എല്ലാവരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.